അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു. മുസ്ലിം ലോകത്ത് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടം കടന്നുപോയിരുന്നു എന്നുള്ളതും, ആ കാലഘട്ടത്തിൽ ശാസ്ത്ര, സാങ്കേതിക അതുപോലെ തന്നെ സാഹിത്യ രംഗങ്ങളിലെല്ലാം ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമൂഹം എങ്ങനെയാണ് മുന്നിട്ട് നിന്നത് എന്നുള്ളതും അതിൻ്റെ ചരിത്രവുമെല്ലാം പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ശശികല ടീച്ചറെ പോലെയൊക്കെയുള്ള പല ആളുകളും ചോദിച്ചൊരു ചോദ്യമൊക്കെ ഈ അടുത്ത് ചർച്ചയായിരുന്നു. മുസ്ലിങ്ങൾ അവർ പിന്നെ മുഹമ്മദ് നബിക്ക് ശേഷം അറേബ്യയിൽ ഒരു തീപ്പെട്ടിക്കൊള്ളിയെങ്കിലും അല്ലെങ്കിൽ തീപ്പെട്ടിയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ വന്നിരുന്നു. അതുപോലെ തന്നെ നിരീശ്വരവാദികളുടെ നവനാസ്തികരുടെയൊക്കെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങൾ എന്താണ് ശാസ്ത്രത്തിൽ സംഭാവന ചെയ്തിട്ടുള്ളത്, ശാസ്ത്രമെന്ന് മുസ്ലിങ്ങൾ കേട്ടിട്ട് തന്നെ ഉണ്ടോ എന്ന രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഒരു ചരിത്ര കാലഘട്ടം, ആധുനിക ശാസ്ത്രത്തിന് പോലും പിന്നെ അതിന് പോലും പിന്നെ അടിവേര് കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു പിന്നെ കാലഘട്ടം ഇസ്ലാമിക സമൂഹത്തിൽ കടന്നു പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ അത്രയും വലിയൊരു ശാസ്ത്ര കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ലോകത്തിന് തന്നെ ശാസ്ത്രം സംഭാവന ചെയ്തത്, അല്ലെ പല ശാസ്ത്ര ശാഖകളുടെയും പിതാവ് എന്നറിയപ്പെടുന്നത് പോലും മുസ്ലിം ശാസ്ത്രജ്ഞന്മാരാണ് എന്നുള്ള ആ കണക്കുകളെല്ലാം വെക്കുമ്പോൾ, ഇപ്പോൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടായാൽ അപ്പോൾ തന്നെ പ്രയാസപ്പെടുന്ന നവനാസ്തികർ അതിനും മറുപടിയായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നവനാസ്തികരുടെ കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ പ്രചാരകനായിട്ടുള്ള സി രവിചന്ദ്രൻ, അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു സംസാരവും അതിനോടുള്ള നമ്മുടെ പ്രതികരണവുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം രവീന്ദ്രൻ്റെ വാദങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് കേൾക്കാം, അതിനോട് നമുക്ക് പ്രതികരിക്കാം. ആദ്യമായി അദ്ദേഹം പറയുന്ന വാചകം നമുക്ക് കേൾക്കാം. ഒരു സാമ്രാജ്യത്തിൻ്റെ ഗോൾഡൻ ഏജ് ആണ്. അറബിക്കിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അറബിക് കൾച്ചർ അല്ലെങ്കിൽ അറബിക് സാഹിത്യത്തിൻ്റെ, വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ ഉന്നതിയാവും. പക്ഷേ വാട്ട് ഈസ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ഇസ്ലാം? അപ്പോൾ ഇത് ഇസ്ലാമുമായി എന്താണ് ബന്ധം? ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമുമായി എന്താണ് ബന്ധം? ഒരു അറബികളുടെ ഒരു അല്ലെങ്കിൽ അറബിക് കൾച്ചറിൻ്റെ ഒരു മേന്മ എന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അപ്പോൾ ഇസ്ലാമായിട്ട് എന്താ ബന്ധം എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇവിടെയുള്ള വിഷയം എന്താണെന്നറിയോ? ജബ്ബാർ ആയാലും ശശികല ആയാലും ഈ രണ്ടാൾക്കാരും അവിടെ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശശികലയുടെ ശിഷ്യനായിട്ട് രവിചന്ദ്രൻ കുറച്ചും കൂടി മുന്നിലേക്ക് വന്ന് അത് ഇസ്ലാമിൻ്റെതല്ല എന്നാക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. നടന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം സമ്മതിച്ചു ഈ ഒരു വിഷയത്തിൽ. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇസ്ലാമിന് എന്താണ് പങ്ക് എന്നുള്ളതാണ്. ഇസ്ലാമാണ് അവിടെ സ്വാധീനിച്ചത് എന്നുള്ളത് കണ്ണടച്ചിരുട്ടാക്കുന്ന സ്വഭാവമായിട്ടാണ് ചരിത്രം പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ചില ചരിത്രങ്ങൾ വരുമ്പോഴൊക്കെ അങ്ങനെ കണ്ണടക്കേണ്ടി വരും. എങ്കിലേ ഇസ്ലാമിന് എന്ത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ അറബിക് കൾച്ചർ അല്ലെങ്കിൽ പേർഷ്യൻ കൾച്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പേർഷ്യൻ എന്ന് നമുക്ക് അതിനെ പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുമോ? കാരണം അറബി ഭാഷ അതിന് മുമ്പുണ്ട്. എങ്കിൽ അറബികൾ അന്ന് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള മുന്നേറ്റം നടത്തിയില്ല എന്നൊരു ചോദ്യം വരും. എന്തുകൊണ്ടത് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു? ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു? രണ്ടാമത് പേർഷ്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ പേർഷ്യൻ ആയിട്ടുള്ള എന്താണ് ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ പേർഷ്യനിലേക്കല്ല പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം പറയുന്ന ഗ്രന്ഥങ്ങൾ കൃത്യമായി തന്നെ അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹം ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അറബി ഭാഷക്ക് അന്ന് പ്രാധാന്യം ഉണ്ടായിരുന്നു. എത്തരത്തിൽ? ഇതിൽ കൃത്യമായി കാണിക്കുന്നു, ഐസക് ന്യൂട്ടൺ ഇംഗ്ലീഷുകാരനായിരുന്നു, അയാൾ ബ്രിട്ടീഷുകാരനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ലാറ്റിൻ ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ് എന്നായിരിക്കും പുസ്തകത്തിന്റെ പേര്. അപ്പൊ അങ്ങനെ അന്ന് ലാറ്റിൻ ഭാഷക്ക് ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ, ഒരു പദവി ഉണ്ടല്ലോ ഭാഷകളിൽ, അതുണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ അറബിക്കാണ്. ഇന്ന് ഇംഗ്ലീഷിനുള്ള പദവി പോലെ. അപ്പോൾ അറബിയിലേക്കാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഇവർ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇത് തന്നെ പേർഷ്യൻ എന്ന് അതോടുകൂടി നമുക്ക് പറയാൻ കഴിയില്ല. അറബിക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അറബികൾക്ക് എന്തെങ്കിലും അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അറബികളുമായി ബന്ധപ്പെട്ടാണോ? അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ്, ഒരു പേരിടുമ്പോൾ നമുക്ക് എന്ത് വേണം? അതിന് ഒരു ഏകോപിക്കുന്ന ഒരു കോമൺ ഫാക്ടർ വേണം. ആ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇസ്ലാമാണ്. അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, ഇസ്ലാം ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടോ അവിടെ എല്ലാം ശാസ്ത്രം വളർന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇസ്ലാം ഇപ്പോൾ സ്പെയിനിലേക്ക് പോയി, സ്പെയിനിൽ ശാസ്ത്രം വളർന്നു. ഇസ്ലാം പിന്നെ ഈജിപ്തിലേക്ക് പോയി, അവിടെ ശാസ്ത്രം വളർന്നു. ഇവിടെ ഒന്നും പേർഷ്യ അല്ല ഉള്ളത്. അതെ, അവിടെ എല്ലാം ഇസ്ലാമാണ് ചെല്ലുന്നത്. ഇപ്പൊ ഇസ്ലാം ചെല്ലുന്നിടത്ത് എന്തുകൊണ്ട് മാത്രമല്ല ആ സ്ഥലങ്ങളിലേക്ക് അറബി ഭാഷയും വ്യാപിക്കാൻ, ആ വ്യാപിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള വ്യാപനമാണ്.
അല്ലാതെ അറബികൾ പോകുന്നു എന്നതുകൊണ്ടല്ല അത് അതെ വ്യാപിക്കുന്നത്. അതെ മാത്രമല്ല നമ്മൾ അറബി ഗ്രാമറിൽ തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ അറബി ഗ്രാമറിലെ ഏറ്റവും പ്രശസ്തമായ ഗ്രാമർ ടെക്സ്റ്റ് ഒരു പോയറ്റിക് രൂപത്തിലുള്ളതാണ്. അത് എഴുതിയത് സ്പെയിനിൽ ജനിച്ച സ്പെയിനിൽ വളർന്ന ഒരു പണ്ഡിതനാണ്. അപ്പോൾ സ്പെയിൻകാരനായ ഒരു പണ്ഡിതൻ ഇബ്നു മാലിക് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് അൽഫിയ വളരെ ഫേമസ് ആയ ടെക്സ്റ്റാണ്. അപ്പോൾ അവിടേക്ക് അറബി പ്രചരിക്കുന്നത് പോലും അറബി എത്തുന്നത് പോലും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സംഭാവനയായിട്ടാണ്. അല്ലാതെ അറബി വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും നടക്കുന്നത്. ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു എക്സ്പാൻഷനാണ് ഈ ഇപ്പൊ സംഭവം. ഇപ്പൊ സ്പെയിനിലെത്തുന്നു. അപ്പൊ നമുക്ക് സ്പെയിനിന്റെ ഗോൾഡൻ ഏജ് എന്ന് പറയാൻ പറ്റില്ല, അതെ. അല്ലെങ്കിൽ പേർഷ്യയുടെ ഗോൾഡൻ ഏജ് എന്ന് പറയാൻ പറ്റില്ല, ഈജിപ്തിന്റെ ഗോൾഡൻ ഏജ് എന്ന് പറയാൻ പറ്റില്ല. മൊത്തത്തിൽ ഇതിനെല്ലാത്തിനെയും ഒരു കോമൺ ഫാക്ടർ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഇസ്ലാം എന്നുള്ളത്, അതുകൊണ്ടാണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് നമ്മൾ മാത്രമല്ല പൊതുവേ തന്നെ ചരിത്രത്തിൽ രേഖ. അതെ. അപ്പൊ ഇവർക്കെന്നാ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ചരിത്രത്തിൽ ഇങ്ങനെ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ചരിത്രത്തിലെ ടേം കേൾക്കുമ്പോൾ ഇവർക്കൊരു ഇറിറ്റേഷൻ ഉണ്ട്. അതെ. അത് എന്ത് ചെയ്യാണ് ഇവര് അതിൽ പ്രകടിപ്പിക്കുകയാണെന്നുള്ളതാണ്. മാത്രമല്ല ഇതൊരു കോമൺ അത് ഈ അറബിക്കടൽ എന്നുള്ള പേര് മാറ്റണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മാനസിക അല്ല, പ്രശ്നം. മാത്രമല്ല യോഗി ആദിത്യനാഥ് പല ഇതിന്റെ പേര് മാറ്റിയല്ലോ, പല സ്ഥലങ്ങളുടെ പേര് മാറ്റിയതുപോലെ ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് എല്ലാവരും ചരിത്രത്തിൽ വിളിച്ചതിനെ ഇവർക്ക് എന്ത് ചെയ്യണം, വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റണം എന്നുള്ളതാണ് തോന്നുന്നത്. ഇതൊരു കോമൺ ഫാക്ടർ ആകാൻ വേറൊരു റീസൺ ഉണ്ട്. കാരണം ഇത് നമ്മൾ ഇസ്ലാമുമായി ബന്ധപ്പെടുത്താനുള്ള കാരണം അറബി ആയതുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ഇവിടെ ശാസ്ത്രീയ വളർച്ചകൾ ഉണ്ടായത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഷ പറയുന്നു എന്നുള്ളത് കൊണ്ടല്ല അവിടെ ശാസ്ത്രീയ വളർച്ച ഉണ്ടാകുന്നത്. നേരെ മറിച്ച് അതിന് ഉപോത്ബലകമായ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഇസ്ലാമാണ് ഒരു ഐഡിയ ആയിട്ടുള്ളത്. കാരണം ഇപ്പോൾ മുഹമ്മദ് വസ്ലാമിൻ്റെ കാലം മുതൽക്കേ ഈ മുഹമ്മദ് വസ്ലാം പഠനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് എഴുത്തും വായനയുടെ പഠനമാകട്ടെ, അല്ലെങ്കിൽ രോഗത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ മുഹമ്മദ് വസ്ലാം പറഞ്ഞ വളരെ പ്രശസ്തമായ രോഗത്തെക്കുറിച്ചുള്ള സംസാരം, രോഗത്തെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും അതിൻ്റെ റിലേഷൻഷിപ്പുകളെ കുറിച്ചും പറഞ്ഞ സംസാരം, ലികുല്ലി ദ ഇൻ ദവാ ഉൻ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫഇദ ഉസീബ ദവാ ഉദ്ദാഇ, അങ്ങനെ ആ മരുന്ന് ആ രോഗത്തിൻ്റെ ആ വിഷയത്തിൽ ഫലിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും? അയാൾക്ക് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം ആ രോഗം മാറും. അപ്പോൾ അവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് എന്നാണ്. അല്ലാതെ മരുന്നുകളൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, പ്രശ്നം തീർന്നു, സോൾഡായി എന്നല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ ഈ വിജ്ഞാനങ്ങൾ നേടാൻ ശ്രമിക്കുക. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ആകത്തുക. ആ മരുന്നുകൾ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക, എന്നിട്ട് അത് നിങ്ങൾ ഉപയോഗിക്കുക, എന്നിട്ട് നിങ്ങൾ ദൈവത്തോട് അത് രോഗശമനത്തിന് വേണ്ടി ചോദിക്കുക. അത് ഒരു ഉദാഹരണം. വേറൊരു ഉദാഹരണം, വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി വിശുദ്ധ ഖുർആൻ പറയുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ചിന്തയാണ്. അതായത് ഇപ്പോൾ ദൈവവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നൊരു നിരീശ്വരവാദിക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല, ഖുർആൻ അങ്ങനെയല്ല പറയുന്നത്. അതായത് ആദ്യം വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ആദ്യം പറയണം, അവർ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും ദൈവത്തെ സ്മരിക്കുന്നവരാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്. എന്നിട്ട് അവരെ കുറിച്ച് പറയണം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവർ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് സംസാരിക്കും. ആ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണ്, ശാസ്ത്രീയമായ പഠനങ്ങളാണ്. നമ്മൾ ശാസ്ത്രത്തിൻ്റെ ഡെഫിനേഷൻ പറയുമ്പോൾ നേച്ചറിനെ കുറിച്ചുള്ള സ്റ്റഡി എന്നാണ് നമ്മൾ പറയാറുള്ളത്, ഫിസിക്കൽ എൻറ്റിറ്റികളെ കുറിച്ച്, ഫിസിക്കൽ ഫിനോമിനെ കുറിച്ചുള്ള സ്റ്റഡി എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഒരു ഇസ്ലാം എന്നൊരു ഐഡിയ അല്ലെങ്കിൽ ഇസ്ലാം എന്നൊരു റിലീജിയൻ യഥാർത്ഥത്തിൽ ഇതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ പറ്റി തന്നെ പറയുമ്പോൾ ഈ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഈ ആകാശഭൂമികളെ കുറിച്ച് അവർ ചിന്തിക്കും, എന്നിട്ടാണ് വിശ്വാസത്തിലേക്ക് അത് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് അവരെന്ത് പറയും? റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില. അതായത് ഈ പറഞ്ഞ സൃഷ്ടിപ്പിനെ കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ അവർക്ക് ഉള്ളിൽ നിന്ന് തന്നെ വരുന്നൊരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന ഒരു ബോധ്യത്തിലേക്ക് വളരെ കൃത്യമായി നേരിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ കളങ്കമില്ലാതെ ചിന്തിക്കുന്ന ആളുകൾ ആ ഒരു സത്യത്തിലേക്ക് എത്തും. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ച പഠനങ്ങളിലൂടെ സട്ടാവിലേക്ക് എത്തുന്ന ഒരു വിശ്വാസത്തെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും ഈ ചുറ്റുപാടുകളെക്കുറിച്ച് ആലോചിക്കുവാനും എല്ലാം പറയുന്ന ഒരു മതം അല്ലെങ്കിൽ ഒരു ദർശനം അവിടെ ഉണ്ട്. ആ ഒരു ദർശനം പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ട്, ഒരു ഇസ്ലാമിക് കൾച്ചർ ഉണ്ട്. ആ കൾച്ചർ വ്യാപിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ കൾച്ചർ എത്തിപ്പെടുന്നിടത്തെല്ലാം എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ കാര്യം വ്യാപിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണാത്മകതയും. അപ്പോൾ ഈവൻ നമുക്ക് ഈ ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ ഭാഷ അറബിയായി മാറുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ലോകത്തുള്ള എല്ലാ ചൈനയിലെയും അതുപോലെ തന്നെ ഗ്രീസിലെയും എല്ലായിടത്തെയും ഈ പറഞ്ഞ വിജ്ഞാനങ്ങൾ അറബിയിലേക്ക് എത്തിപ്പെടുകയും വിജ്ഞാനത്തിൻ്റെ ഭാഷ അറബിയായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു കൾച്ചർ മാറ്റുകയാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അവിടെ കോമൺ ഫാക്ടർ ആയിട്ട് മാറ്റുമെന്ന് മാത്രമല്ല, വിജ്ഞാനത്തിന് ഞാൻ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിജ്ഞാനത്തിന് കുത്തകവൽക്കരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഒരു മോണോപ്പൊളി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തിൽ
പേപ്പർ നിർമ്മിച്ചത് ആരാണ് ആദ്യം എന്ന് ചോദിച്ചാൽ, ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ചൈന എന്നുള്ളതാണ്. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ പേപ്പർ ഫാക്ടറി ഏതാണെന്ന് ചോദിച്ചാൽ സബർഖന്ദിലാണ്. അതെങ്ങനെയാണ്? ചൈനയിൽ നിന്നുള്ള ഒരു യുദ്ധബന്ദിയിൽ നിന്നാണ് ഈ നോളജ് കിട്ടുന്നത്. അത് എന്ത് ചെയ്യുന്നു? അപ്പം തന്നെ പേപ്പർ ഫാക്ടറികൾ നിർമ്മിക്കുന്നു, ആ പേപ്പറിൻ്റെ തിക്നെസ് കൂട്ടാനുള്ള റിസർച്ചുകൾ നടക്കുന്നു, ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു മൊണോപോളി ഇല്ലാതിരിക്കുക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ അവിടുത്തെ ശാസ്ത്ര വിപ്ലവത്തിന് തന്നെ കാരണമായതാണ്. ഇസ്ലാമിൻ്റെ ഈ ഒരു സ്വഭാവമാണ്. ഈ മറ്റൊന്നെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ആയത്തുകൾ, ആകാശ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ആയത്തിൻ്റെ പിന്നെ തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നത് പറയുകയാണ്, ഷുറൈൽ കാളി എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം വരൂ, ഈ ആയത്തിൻ്റെ കീഴിലാണ് ഈ പറയുന്നത്, നിങ്ങൾ വരൂ നമുക്ക് ആകാശ നിരീക്ഷണം നടത്തി നോക്കാം എന്ന് പറയുന്നൊരു രംഗമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഖുർആന് എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് ഇറങ്ങുകയാണ്, എന്നിട്ട് അവിടെയുള്ള ആളുകൾക്ക് ശാസ്ത്ര തൽപരത ഉണ്ടാക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമാണോ? ഈ നിരീശ്വരവാദം എന്ന് പറഞ്ഞ ഈ രവിചന്ദ്രൻ നിരീശ്വരവാദം മനുഷ്യനെ മാക്സിമം അവനെ മടിയനാക്കുകയും പിന്നെ മാക്സിമം തിന്നുക, കുടിക്കുക, രമിക്കുക എന്ന് പറയുന്നതിലേക്ക് മാത്രം ചുരുക്കിക്കളയാണ് ചെയ്യുന്നത്. ഇവിടെ ഖുർആൻ ആകാശ നിരീക്ഷണത്തെ പറയുന്നു, ചിന്തിക്കാൻ പറയുന്നു, നാടുകൾ പോയി കാണാൻ പറയുന്നു, നിങ്ങളുടെ ചുറ്റുള്ള നാടുകൾ പോയി കാണാൻ പറയുന്നു. ഇങ്ങനെ എത്ര വചനങ്ങളാണ്. ഇപ്പോൾ ഇവിടെ മെഡിസിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതേപോലെ അറിവ് ആർജിക്കാൻ എത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. അത് ഒരു യുദ്ധബന്ദികളായിക്കൊണ്ട് ബദറിലെ യുദ്ധബന്ദികൾ അവരുടെ മോചനത്തിന് വേണ്ടി പറഞ്ഞത് 10 ആളുകൾക്ക് അക്ഷരാഭ്യാസം. അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വേറൊരു സംഗതി ഉണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പോലും ജയിലിൽ പിടിക്കപ്പെട്ട ജയിൽ പുള്ളികളായിട്ടുള്ള ആളുകൾ, ആ ജയിൽ പുള്ളികളായിട്ടുള്ള ആളുകൾക്ക് ഈ ചപ്പാത്തി ബിസിനസിന്റെ ആ ഒരു സമ്പ്രദായം സാർ അലക്സാണ്ടർ ജേക്കബ് സാർ വന്നപ്പോൾ IAS ആയിരുന്നു, അദ്ദേഹം DGP ആയിരുന്ന സമയത്ത് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇതിനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു. അദ്ദേഹം പറഞ്ഞ മറുപടി, മുഹമ്മദ് വസ്ലാമ ചെയ്ത ഈ ബദറിൽ ഈ യുദ്ധബന്ദികളോട് ചെയ്ത ഈ ഒരു സമീപനം അതെങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം എന്ന രൂപത്തിൽ. അപ്പൊ അത്രയും പ്രൊഡക്റ്റീവായി വളരെ ക്രിയേറ്റീവ് ആയിക്കൊണ്ടായിരുന്നു മുഹമ്മദ് വസ്ലാം ചിന്തിച്ചിരുന്നത്, മുഹമ്മദ് വസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ചിന്തിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ഈ ഒരു സുവർണ യുഗത്തിൽ എത്രമാത്രം മോട്ടിവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഒരു സ്പാർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഈ ഒരു കാര്യത്തിന് ഇസ്ലാമുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യാൻ രവീന്ദ്രൻ അടുത്ത വെക്കുന്ന ഒരു ന്യായം അത് നമുക്കൊന്ന് കേൾക്കാൻ തോന്നും. ശ്രദ്ധിക്കുക, ഇസ്ലാമിസ്റ്റുകൾ ഒരുമാതിരി ചരിത്രത്തിൽ ഒക്കെ നല്ല പഠനമുള്ള ഇസ്ലാമിസ്റ്റുകൾ ആദ്യം തന്നെ ഈ ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു സംഗതി അംഗീകരിക്കുന്നതേ ഇല്ല. അവരെ സമ്മതിക്കില്ല. അവർ പറയുന്നത് എന്താണ് ഈ ഗോൾഡൻ ഏജ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന കാലഘട്ടം 750 CE ശേഷമാണ്. മുഹമ്മദ് മരിച്ചല്ലോ. മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാളുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മുഹമ്മദ് മരിച്ചിട്ട് പിന്നെയും ഏതാണ്ട് 118 വർഷം കഴിഞ്ഞാണ് ഈ സംഗതി, ഈ അബ്ബാസിദ് കാലിഫേറ്റ് തുടങ്ങുന്നത്. അതെങ്ങനെ ഒരു മുസ്ലിം അംഗീകരിക്കാൻ പറ്റും? ഇസ്ലാമിസ്റ്റുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ മുഹമ്മദ് അല്ല ഏറ്റവും നല്ല ഭരണാധികാരി, മുഹമ്മദിന്റെ കാലഘട്ടത്തിലല്ല അതിന്റെ രാജകലയിൽ അല്ലെങ്കിൽ ഏറ്റവും ഗോൾഡൻ ഏജിൽ എത്തിയത് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിസ്റ്റ് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ മുഹമ്മദ് നബിന്റെ കാലത്ത് എന്തുണ്ടായിട്ടില്ല, ഈ ശാസ്ത്ര വിപ്ലവം ഇതുപോലെ ഉണ്ടായിട്ടില്ല. മുഹമ്മദ് നബിന്റെ ശേഷം ഏകദേശം 118 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ എന്തൊരു മാജിക് കൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് ശാസ്ത്ര വിപ്ലവം ഉണ്ടാവുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ശാസ്ത്രത്തിന്റെ വളർച്ചയെക്കുറിച്ച് മാത്രമല്ല, ഈ ഇസ്ലാമിക് അല്ലെങ്കിൽ ഈ ഒരു മുസ്ലിം സമൂഹത്തിൽ മാത്രമല്ല, എവിടെയാണെങ്കിലും ശാസ്ത്രം എങ്ങനെയാണ് വളരുക എന്നുള്ളതും അതിന് വേണ്ട ഒരു ഗ്രൗണ്ട് ആദ്യം ഒരുക്കണം. അതിനനുസരിച്ചാണ് അത് വളരുക. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് മുഹമ്മദ് നബി വന്ന് അതിൻ്റെ പിറ്റേന്ന് വലിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുകയല്ല ചെയ്യുക. അപ്പോൾ ആ ഒരു സാഹചര്യം, ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത് സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പോൾ സക്കാത്ത് സമ്പ്രദായം ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ എന്ത് ചെയ്തു, അങ്ങനെ ഒരു നമ്മുടെ സമ്പത്തിൻ്റെ 2.5% അത് നമ്മുടേതല്ല, അത് പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഒരു സമ്പ്രദായം സക്കാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ് തുടങ്ങുന്നത്. അപ്പം ആ സക്കാത്ത് സമ്പ്രദായത്തിൻ്റെ എല്ലാവിധ പിന്നെ അതിൻ്റെ ഫലം നമ്മൾ റസൂലിൻ്റെ കാലത്തല്ല പൂർണ്ണമായിട്ട് കാണുന്നത്. ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, ദാരിദ്ര്യമോചനം ഒരുപാട് രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പിന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എൻ്റെ കാലഘട്ടത്തിലാണ് ഏകദേശം എന്ത് ചെയ്തിട്ടുള്ളത്, സക്കാത്ത് വാങ്ങാൻ പോലും ആളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ആരെങ്കിലും പറയോ ഇതാ റസൂലിന്റെ കാലത്ത് എന്ത് ചെയ്തിട്ടില്ല, സക്കാത്ത് പ്രാവർത്തികമായിട്ടില്ല, ഈ വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിച്ചത്. റസൂലിന് അതിനുള്ള പിന്നെ വിത്തിട്ടു, അത് മുളച്ച് വലുതാവാൻ എന്ത് ചെയ്തു, കുറച്ച് സമയം എടുക്കും. ഏതിനും അങ്ങനെ തന്നെയാണല്ലോ. അതേപോലെ തന്നെ ശാസ്ത്രം, റസൂല് എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള അന്വേഷണാത്മകതയും ചിന്തിക്കുന്ന ഒരു തലമുറയെ ഉണ്ടാക്കി, അത്തരത്തിലൊരു കൾച്ചർ ഉണ്ടാക്കി. അത് വളർന്ന് പന്തലിക്കുന്നതിനനുസരിച്ച് അത് വലുതായി കൊണ്ടിരിക്കും എന്നുള്ളത് ഒരു കോമൺ സെൻസ് ആണ്. അതുപോലും ഇല്ലാത്ത രൂപത്തിലാണ് വിമർശനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം പറഞ്ഞല്ലോ എന്താണ് എത്ര 118 120 അത്രയൊന്നും കാലം വന്നിട്ടില്ല. ഇവിടെ നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട അബ്ബാസിദ് കാലഘട്ടത്തിൽ ട്രാൻസ്ലേഷൻ അതൊരു
ഒരു വിപ്ലവം പോലെ ഉം. ഉണ്ടായതാണ്. എന്നാൽ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് കുറേ മുമ്പുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പൗത്രൻ ഹാലിദ് ബിൻ യസീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കെമിസ്ട്രി വിഷയം പ്രത്യേകിച്ച് നല്ല താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം അത്തരം ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരിഭാഷപ്പെടുത്താൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മെഡിസിനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചരിത്രങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബി ഭാഷ കൂടുതൽ ശക്തമാകുന്നതും അല്ലെങ്കിൽ അറബി ഭാഷയ്ക്ക് പിന്നെ ഇപ്പോൾ ഗ്രാമറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന ഖലീഫയുടെ കാലഘട്ടത്തിൽ ഉമവിയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അബു അസ്വദ് വാലി എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നെ എന്ത് ചെയ്തത്, ഇതെടുത്തത്. അബു അസ്വദ് വാലി ആരാണ്? അലി റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബീജാവാപം അള്ളാഹുവും റസൂലിലൂടെ അവിടെ ബീജാവാപം ഇട്ടതിന് ശേഷം അത് മെല്ലെ മെല്ലെ വളരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ജാബിർ ബിൻ ഹയാൻ, ഇദ്ദേഹം ഇങ്ങനെ എടുത്തു പറയുന്നത് ജാബിർ ബിൻ ഹയാനെ കുറിച്ച്. ജാബിർ ബിൻ ഹയാൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ പല ആളുകളും പുസ്തകങ്ങൾ എഴുതിയിരുന്നു എന്നാണ്. 3000-ഓളം ഗ്രന്ഥങ്ങൾ ജാബിർ ബിൻ ഹയാൻ്റേതായിട്ടുണ്ട്. ഒരു മനുഷ്യന് ആ കാലഘട്ടത്തിൽ എഴുതാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ജാബിർ ബിൻ ഹയാൻ്റെ പേരിലായാലും ആളുകൾ ശ്രദ്ധിക്കും എന്നുള്ളതുകൊണ്ട്. ഈ ജാബിർ ബിൻ ഹയാൻ ആരാണ്? ഇമാം ജാഫർ സാദിഖിൻ്റെ ശിഷ്യനാണ്. ഇമാം ജാഫർ സാദിഖിൻ്റെ കാലം എത്രയോ മുമ്പാണ്. അപ്പോൾ ഇമാം ജാഫർ സാദിഖിന് അത്രമാത്രം അറിവുണ്ടെങ്കിൽ അതിൻ്റെ മുൻപും ഈ അറിവുകളുണ്ട് എന്നുള്ളതല്ലേ സത്യം. അപ്പോൾ ഇത് എത്രയോ മുമ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് അബ്ബാസിദ് കാലഘട്ടത്തിലാണ് എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതിന് ഭയങ്കര പ്രചാരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഇസ്ലാമിക് അല്ലെങ്കിൽ ഇസ്ലാമുമായുള്ളൊരു ബന്ധം ഒരിക്കലും അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള തന്നെയാണ് ഉടനീളം കാണാൻ പറ്റുന്നത്. പിന്നെ അദ്ദേഹം ഒരു പേർഷ്യൻ കൾച്ചറിലേക്ക് എത്തിക്കാൻ നോക്കും. ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 100% അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടമാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. നമുക്കിപ്പോൾ പല ആളുകൾക്കും ടെക്നോളജിയൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനേക്കാളൊക്കെ പ്രിയം വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു തവണയെങ്കിലും ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. 100% ഉറപ്പാണ്. പക്ഷേ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ദ ബെസ്റ്റ് മാൻ ആയിക്കൊണ്ട് ഈ ലോകത്ത് ജീവിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗോൾഡൻ ഏജുകൾ. ഇതേപോലത്തെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് ഇത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പേരാണ്. ഇനി എക്കണോമിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ആ കാലഘട്ടമായിരിക്കും ഗോൾഡൻ ഏജ് ആയിട്ട് എക്കണോമിസ്റ്റുകൾ പറയുക. കാരണം എന്താണ്, അവിടെയുള്ള ഉച്ചനീചത്വങ്ങൾ ഇല്ലാതായി. ഉമർ അബ്ദുൽ അസീസിൻ്റെ കാലഘട്ടത്തിലെ ഭരണവും അങ്ങനെ അത്തരത്തിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ രണ്ടാം ഉമർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടാം ഉമറിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് എക്കണോമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകതകൾ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ആയിരിക്കും. ഈ ഗോൾഡൻ ഏജിൻ്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് ഗോൾഡ് എന്നല്ല, നമ്മളെ എന്താ പറയുക, നമ്മൾ പറയുമല്ലോ രത്നം എന്ന് പറയുന്ന നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രവാചകനിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ഇതെല്ലാം ചേർത്ത് പറയുമ്പോൾ ഉള്ളൊരു ഫ്രസ്ട്രേഷനാണ്. പിന്നെ അത് സഹിക്കാൻ പറ്റാതെ എവിടേക്കൊക്കെ എത്തിക്കാൻ ഉള്ളൊരു ശ്രമത്തിന് ഇപ്പോൾ അത് പേർഷ്യയിലേക്കാണ് പിന്നെ മൂപ്പർ എത്തിക്കാൻ നോക്കുന്നത്. ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് അതിൽ ആരാണ് എവിടെയാണ് നോക്കുക. ഞാൻ പറയുന്നത് ബാഗ്ദാദ്, അതുപോലെ ഇന്നത്തെ പേർഷ്യ, അതായത് ഇന്നത്തെ ഇറാൻ, ആ ഒരു ഏരിയയിലാണ് ഇത് ശരിക്കും പൂക്കാലം ഇവരെല്ലാം സമ്മതിക്കുന്നത്. അതായത് ബേസിക്കലി പേർഷ്യൻ കൾച്ചറാണ്, പേർഷ്യൻ സാമ്രാജ്യം. പേർഷ്യൻ ഇന്നത്തെ ഇറാൻ. ഈ പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമല്ല, നമുക്കറിയാം സൊറാസ്ട്രിയൻസ് അതിന് മുന്നേ ഉള്ള ഒരു കൾച്ചർ. അപ്പം ഈ ആ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഉന്നതി എന്ന് പറയുന്നത് ഇസ്ലാമൊക്കെ വരുന്ന ഒരുപാട് മുന്നേ സാംസ്കാരികമായി കല, സാഹിത്യം, ശാസ്ത്രം, അന്നത്തെ പ്രിമിറ്റീവായിട്ടുള്ള എല്ലാ മനുഷ്യന്റെ അന്വേഷണങ്ങൾക്കൊക്കെ ഒരുപാട് മുന്നേറ്റം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഈ പേർഷ്യൻ. കലയുടെ കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പം പേർഷ്യൻ കൾച്ചറാണ്, ഇസ്ലാമിക് കൾച്ചർ അല്ല. എങ്ങനെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ഒന്നുകിൽ അറബി ഭാഷയാക്കണം അല്ലെങ്കിൽ അത് പേർഷ്യ ആക്കണം. എങ്ങനെങ്കിലും അവിടുത്തെ കോൺട്രഡിക്ഷൻ വന്നു. അറബി ഭാഷ ആണെങ്കിൽ പിന്നെ എങ്ങനെ അത് പേർഷ്യൻ കൾച്ചറാണ്? പേർഷ്യൻ ഭാഷ അല്ലേ വരണ്ടേ? അത് മാത്രല്ല, ഇപ്പോ ജൂതസ്നേഹം ഉണ്ടല്ലോ രവിചന്ദ്രൻ, അതേപോലെ ഇപ്പോ പേർഷ്യയോടുള്ള സ്നേഹം. ആക്ച്വലി ഇതെന്താന്ന് വെച്ചാൽ പേർഷ്യയില് നമുക്ക് തോന്നിപ്പോവും അത്തീസ്റ്റുകളായിരുന്നോ ഭരിച്ചിരുന്നത്. സൊറാസ്ട്രിയൻസ് ആണ് അവര്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇസ്ലാമിക സുവർണ യുഗത്തിൽ ഉണ്ടായിട്ടുള്ള ഈ വിസ്ഫോടനവുമായിട്ട് തുലനം ചെയ്താൽ ഒന്നുമല്ല എന്ന് പറയാം. അപ്പോൾ ജുണ്ടിഷപ്പൂർ അക്കാഡമി എന്ന് പറയുന്നത് സാസാനിയൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. അവിടുന്ന് ഡോക്ടേഴ്സായിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചരിത്രത്തിൽ ഹാരിസ് ഇബ്നു കലദ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ചരിത്രപരതയൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെങ്കിലും പറയപ്പെടുന്നുണ്ട്. അവർ പറയപ്പെടുന്നത് ഈ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ ഇസ്ലാം ഈ പറയപ്പെട്ട സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഈ ജുണ്ടഷപ്പൂർ അക്കാഡമിയുടെ ഒരു 100 മടങ്ങ് എന്നല്ല 1000 മടങ്ങുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈത്തുൽ ഹിക്കമക്ക് കാരണമായി, മറ്റേ ഈജിപ്തിൽ ദാറുൽ ഹിക്കമക്ക് കാരണമായി, ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുള്ള യൂറോപ്പിലുള്ള
ടോട്ടൽ പുസ്തകത്തിൻ്റെ എണ്ണം സ്പെയിനിലുള്ള ഈ ഗ്രന്ഥശാലയുടെ ഇതുണ്ടല്ലോ, നമ്മളെന്താ പറയുക, അതിന് ആദ്യം എഴുതി വെക്കുമല്ലോ, അതിന് കാറ്റലോഗ്, ആ കാറ്റലോഗിൻ്റെ എണ്ണം എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള മൊത്തം പുസ്തകത്തിൻ്റെ എണ്ണമായിരുന്നു. അങ്ങനെ സ്പെയിനിലുണ്ടായി. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാണല്ലോ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മുപ്പര് പിന്നെ വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സ്ഥിരമായി ഈ ഗോൾഡൻ ഏജ് ഒക്കെ പറയുമ്പോൾ പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈവൻ മുസ്ലിങ്ങൾക്കിടയിൽ പോലും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ ശരി, ഒരു ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എന്തുകൊണ്ടില്ല? അപ്പോൾ ഇസ്ലാമാണ് അവിടെ പലപ്പോഴും ഒരു ചോദ്യം, ഇസ്ലാമാണ് കാരണം എന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇപ്പോഴും ഉണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായി എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടില്ല എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഈ 14ാം നൂറ്റാണ്ടിന്റെ ആ ഒരു കാലഘട്ടം 14ാം നൂറ്റാണ്ടോടുകൂടി ഗോൾഡൻ ഏജ് അവസാനിക്കുകയാണ്. അതായത് 10 CE മുതൽ 15 CE വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ട്. അപ്പം അവിടെ അവസാനിക്കുക. ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഈ ബാഗ്ദാദ്, ഇറാൻ, പേർഷ്യ ആ റീജിയനിൽ ഈ ലോകത്തുള്ള മാത്തമാറ്റീഷ്യൻസും ശാസ്ത്രജ്ഞന്മാരും ഇവരെല്ലാം വരാൻ പ്രധാന കാരണമായിട്ട് എല്ലാവരും സമ്മതിക്കും, ഹിസ്റ്റോറിയൻസ് ഒക്കെ പൊതുവെ സമ്മതിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് കനത്ത തോതിൽ ഈ ഗ്രീക്ക് ലിറ്ററേച്ചർ, ഗ്രീക്ക് സാഹിത്യം, ശാസ്ത്രം, അന്വേഷണ സാഹിത്യങ്ങൾ, ഫിലോസഫി, ഗ്രീക്ക് ആൻഡ് റോമൻ, ഇത് വൻതോതിൽ അറബികൾ അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന അറബി സാഹിത്യകാരന്മാർ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ ആ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം അറബി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു, പക്ഷേ അറബി ലാംഗ്വേജിന് കൂടുതൽ പ്രാമുഖ്യം വരുന്നത് ഇസ്ലാം ഖുറാൻ ഉപയോഗിച്ച ലാംഗ്വേജ് നിലയിൽ ആണ് അറബി. ശരിക്കും അത് മറ്റു പല ലാംഗ്വേജ് പേർഷനൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് പിന്നിൽ നിന്ന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു അറബി. അത് പിന്നീട് അറബിയിലെ പല നിയമങ്ങളും പല വാക്കുകളും തന്നെ ഖുറാൻ അനുസരിച്ചാണ് ക്രമീകരിക്കുന്നത്, തിരിച്ചല്ല. അപ്പം ഒരു പുറകിൽ നിന്നൊരു ലാംഗ്വേജിന്റെ പ്രാമുഖ്യം വരുന്നത് ഇസ്ലാമോട് കൂടി. ഇസ്ലാം അറബിക്കുമായിട്ടുള്ള ബന്ധമാണ്. ഇവിടെ പിന്നെയും കോൺട്രഡിക്റ്റ് ചെയ്യും. ഇവിടെ വീണ്ടും അദ്ദേഹം കോൺട്രഡിക്ട് ചെയ്യാണ്. വെച്ചാൽ ഇസ്ലാമുമായി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ അറബിക്ക് പ്രാധാന്യം വന്നു, ഇവരുടെ ഈ സുവർണ്ണ യുഗത്തിൽ എന്തുകൊണ്ട് അറബിക്ക് പ്രാധാന്യം വന്നു എന്നുള്ളതിന് പിന്നെ മൂപ്പര് വന്നിട്ട് വിശദീകരിക്കുന്നത് എന്താണ്, അത് ഖുർആനുമായി ബന്ധമുണ്ട്, ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹം മനസ്സിലായില്ലേ കോൺട്രഡിക്ഷൻ പറയാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഏകദേശം 10-11 നൂറ്റാണ്ടോടുകൂടി ഈ പറഞ്ഞ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ചരിത്രപരമായി അത് എത്രത്തോളം തീരെ ശരിയല്ല എന്നുള്ളതാണ്. കാരണം അത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, ആരാണത് പറഞ്ഞിട്ടുള്ളത്? അത് സാധാരണ ഈ ഗസാലി ഇമാമിനെ വിമർശിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ടൈമിലെയും പറയാറുള്ളത്. യഥാർത്ഥത്തിൽ 1258 ഹുലൈഖു ഖാൻ്റെ നേതൃത്വത്തിൽ ജംഗീസ് ഖാൻ്റെ പട വന്നു. ജംഗീസ് ഖാനെ ശരിക്കറിയുണ്ടാവുമല്ലോ, ജംഗീസ് ഖാനെ മുസ്ലിമാക്കിയ ആളാണ് രവിചന്ദ്രൻ. അപ്പോൾ ഇപ്പൊ രവിചന്ദ്രനെ ഇബ്നു സീനനെ നിരീശ്വരവാദിയാക്കാനാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ വരികയും മുസ്ലിം ലോകത്തെ നാമാവശേഷമാക്കിയെന്ന് പറയാം. ചരിത്രകാരന്മാർ പറയുന്നത് ഇവരുടെ ഇസ്ലാമിക് കൾച്ചർ ഉണ്ടല്ലോ, ആ കൾച്ചർ ഇനി വരൂല. എങ്ങനെ അതിൽ നിന്ന് തന്നെ ഇന്നും മുസ്ലിം ലോകം പൂർണ്ണമായിട്ടും മുക്തമായിട്ടില്ല എന്നാണ് പറയുന്നത്. അവരുടെ ആക്രമണത്തിൽ കാരണം എന്താ വെച്ചാൽ അവര് എല്ലാം തകർത്ത് കളഞ്ഞു. ലൈബ്രറികൾ, പുസ്തകങ്ങൾ ഇങ്ങനെ നദി മുകളിലേക്ക് വരുന്ന രൂപത്തിൽ അത്രയും കെട്ടിക്കിടക്കുന്ന രൂപത്തിലേക്ക്. കാരണം ഈ മംഗോളിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പുസ്തകം വായന അതുമായുള്ള ഒരു ബന്ധം കുറവായിരുന്നു എന്നുള്ളതും അതിന്റെ ഒരു പ്രാധാന്യം അവർക്ക് അറിയാം. അതുകൊണ്ട് ലൈബ്രറികളെല്ലാം അവർ തകർത്തെറിഞ്ഞ് പുസ്തകങ്ങളെല്ലാം നദികളിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു അവരുടെ ഒരു സ്ഥിരം രീതി എന്ന് പോലെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്നൊക്കെ പറയുന്ന ഒരു സാധനം തന്നെ. എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ നാശം വിതക്കുക എന്നുള്ളത്, പരിപൂർണമായി നശിപ്പിച്ചിട്ടാണ് അവർ പോവുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാടോടികളാണ്. അവർക്ക് ആ ഒരു ജീവിതശൈലിയോടാണ്. എവിടെയെങ്കിലും സ്ഥിരമായി താമസിക്കുന്ന ശൈലി അവർക്കില്ല. അപ്പോൾ അവരെവിടെയൊക്കെ കീഴടക്കുന്നു, അവരുടെ ശക്തി അവർ കാണിക്കുക അങ്ങനെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലൈബ്രറികൾ തകർത്തു. അങ്ങനെ പരിപൂർണമായ നാശത്തിലേക്ക് ഇസ്ലാമിക സമൂഹത്തെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അവിടേക്ക് എത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ജംഗീസ് ഖാന്റെ പടയോട്ടത്തിലൂടെ ഒക്കെ സംഭവിക്കുന്നത്. ഈ ചില ചരിത്രകാരന്മാരൊക്കെ പറയാറുണ്ട്, ഇതിന്റെ ആക്രമണത്തിന്റെ ആ ഒരു തീവ്രത കാരണം ഇസ്ലാം ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുമോ എന്ന് പോലും നമ്മൾ പല പണ്ഡിതന്മാരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഗ്രന്ഥങ്ങൾ വരെ എഴുതിയിട്ടുള്ളത്. ഇസ്ലാം ഇവിടെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ജിഹാദ് ചെയ്യണം, അല്ലെങ്കിൽ ഇവരുമായി യുദ്ധം ചെയ്യണം എന്ന രൂപത്തിൽ ഇപ്പോൾ ഇബ്നു തൈമിയ പോലെയുള്ള ആളുകളൊക്കെ വളരെ കൃത്യമായി കൊണ്ട് തന്നെ വളരെ ശക്തമായ പൊസിഷൻ എടുക്കാൻ തന്നെ. കാരണം മുസ്ലിങ്ങൾ തന്നെ ഇവിടുന്ന് ഇല്ലാതായി പോകുന്ന രൂപത്തിലേക്കുള്ള അങ്ങനെയുള്ള ഒരു ആക്രമണമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പല ആളുകളും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ ഒരു ഗോൾഡൻ ഏജിന് ഒരു അവസാനത്തിലേക്ക് എത്തി എന്ന ചോദ്യത്തിന് ഒന്നാമത് ഈ രൂപത്തിൽ ഇസ്ലാമിനെ തന്നെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ തുടച്ചു നീക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കൊടുങ്കാറ്റ് ഇത് ഒരു ഭാഗത്ത് മാത്രമല്ല, അപ്പൊ മറുഭാഗത്ത് സ്പെയിനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന കുരിശ് യുദ്ധവും അത് ഏകദേശം 11ഓളം ഘട്ടങ്ങളായിക്കൊണ്ടുള്ള കുരിശുയുദ്ധങ്ങൾ. അത് കുരിശുയുദ്ധങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഒരിക്കലും ഒരാൾക്കും വന്യമായ രൂപത്തിൽ പോലും ആലോചിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു നരമേധം അവിടെ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഫലസ്തീനിലെ അല്ലെങ്കിൽ അക്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ ഏകദേശം കാലിന്റെ ഒരു മുട്ടിന്റെ അടുത്തേക്ക് വരെ രക്തം തളം കിട്ടി നിൽക്കുന്ന രൂപത്തിൽ അവിടെ കൂട്ടക്കൊലകൾ നടക്കുകയാണ്. ഇപ്പൊ പോലും നമുക്ക് അത്ര ഉള്ള ഒരു വലിയൊരു കൂട്ടക്കൊല നമുക്ക് കാണാൻ പറ്റും. ആ രൂപത്തിലുള്ള നരമേധങ്ങൾ നടക്കുകയാണ്. അതൊരു ഭാഗത്ത് അവിടെ, മറുഭാഗത്ത് മംഗോളിയക്കാരുടെ ആക്രമണങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള
പിന്നെ ആക്രമണങ്ങളിലൂടെ മുസ്ലിം സമൂഹത്തിന് അവർ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ പോലും ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാരുണ്ടാകുന്നില്ല, നോബൽ പ്രൈസ് ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഒരു ഭാഗത്ത് ഇപ്പം ഒരു നല്ല രൂപത്തിൽ പോകുന്ന മുസ്ലിങ്ങൾ ഉള്ള രാജ്യങ്ങൾ, ഇപ്പോൾ സൗദി അറേബ്യ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് UAE ആണെങ്കിലൊക്കെ അവരൊക്കെ കൃത്യമായി എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഗവേഷണങ്ങൾക്കെല്ലാം അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് സിറിയയിൽ അല്ലെങ്കിൽ ഇറാഖിൽ, ലെബനോനിൽ എന്തുകൊണ്ടില്ല? ഒക്കെ പ്രശ്നകലുഷിതമായ രാഷ്ട്രങ്ങളാണ് പറയുക. അവിടെയൊക്കെ എന്തുകൊണ്ട് ഇസ്ലാം കാരണം അഫ്ഗാനിസ്ഥാനിൽ ഒരു ശാസ്ത്രജ്ഞനില്ലല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കാം. അല്ല, അത് മാത്രമല്ല, അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചോദ്യം തന്നെ ഒരു ശരി ഇതല്ല, കറക്റ്റ് അല്ല. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇന്നറിയാം, ഇപ്പോൾ ഇവർ പറയുന്ന എന്താണ്, ഇസ്ലാം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഇസ്ലാം എന്നല്ല, ഇന്ന് ലോകത്ത് ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഏത് രാഷ്ട്രമാണുള്ളത്? അങ്ങനെ പ്രോത്സാഹനത്തിനനുസരിച്ച് ശാസ്ത്രം വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ ലോകത്തിന് എല്ലാ ഭാഗത്തും ഒരുപോലെ ശാസ്ത്രം വളരണം. അങ്ങനെയല്ല, ശാസ്ത്രം വളരുന്നതിന് അതിൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു കാട്ടുകളിൽ ജീവിച്ചിരുന്ന ആളുകൾ ഉള്ള സ്ഥലമായിരുന്നു അമേരിക്ക. ഇന്ന് ഏറ്റവും കൂടുതൽ സയന്റിഫിക് പേപ്പേഴ്സ് ഇറങ്ങുന്നത് USA നിന്നാണ്. അപ്പം അതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്, അതിന് അനുകൂലമായ കുറെ ഘടകങ്ങളുണ്ട്. സാമൂഹ്യ സാഹചര്യങ്ങൾ അനുകൂലമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ അമേരിക്കയും അതുപോലെ തന്നെ റഷ്യയും അങ്ങനെയുള്ള സാമ്രാജ്യ ശക്തികളെല്ലാം അവരുടെ പ്രോക്സി വാറിന്റെ ഒരു വിളനിലമാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് എപ്പോഴും അസ്ഥിരമായിരിക്കുക എന്നുള്ളത് ഇത്തരം ശക്തികളുടെ വലിയൊരു ആഗ്രഹം തന്നെ, അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങൾ, അതിന്റെ അജണ്ടകളിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ അങ്ങനെ നിരന്തരമായി മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരമാക്കിക്കൊണ്ടേയിരിക്കുക, അവരുടെ പ്രോക്സി വാറുകളുടെ ഒരു വിളനിലമാക്കി അത് മാറ്റിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ യുദ്ധങ്ങൾക്കിടയിൽ ജീവിക്കുന്ന, നിരന്തരം പിന്നെ ഷെല്ലാക്രമണങ്ങളും അതുപോലെ തന്നെ മിസൈലുകളും വന്ന് പതിക്കുന്ന, ഇന്ന് താമസിക്കുന്ന വീട്ടിൽ നാളെ താമസിക്കാൻ പറ്റുമെന്ന് ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാത്തൊരു സൊസൈറ്റിയിൽ നിന്ന് ഇവർ വിചാരിക്കുന്നത് എന്താ, ശാസ്ത്രജ്ഞന്മാരുണ്ടായി വരണം എന്നാണോ? അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് ഈ രൂപത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തരം അതാണ്. പിന്നെ മറ്റൊന്ന് അവർ പറയുന്നത് ഈ ജൂതന്മാരുടെ വളർച്ച ഭയങ്കര സ്നേഹമാണ്, ജൂതസ്നേഹമാണ്. യഥാർത്ഥത്തിൽ ജൂതന്മാരെങ്ങനെ വന്നു നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക് ഗോൾഡൻ ഏജിന് കാലത്തും എന്തുണ്ട്, ഈ ജൂതന്മാരുണ്ട്. പക്ഷേ അവരിൽ വളരെ ചുരുക്കം ആളുകൾ, എൻ്റെ അറിവിൽ ഒരു പേരൊക്കെ എൻ്റെ മൈമോണൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ. ഇങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ട് ഇത്രയും കൂടുതൽ പിന്നെ സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു കോലത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ഈ ലോകം തന്നെ കയ്യിൽ പിടിച്ചു ഒടുക്കണം എന്ന നിലക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ കൈകളിലേക്ക് ഇത് വരണം എന്ന നിലക്കാണ് ആര് വരുന്നത്, സയനിസം വരുന്നത്. സയനിസം വന്നതിന് ശേഷം ഫ്രീ മേസൺസ് ഇങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകളും മറ്റൊക്കെ വന്നതിന് ശേഷമാണ് ഇവർ എന്ത് ചെയ്യുന്നത്, വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് അവർക്ക് മക്കളുണ്ടാകുമ്പോഴും ഒക്കെ അവരെ പഠിപ്പിക്കുന്നു, ട്രീറ്റ് ചെയ്യുന്നതും ഇങ്ങനെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ അഷ്കിനാസി ജൂതന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വിഷയം, അവരുടെ ഒരുപാട് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. എന്താ കാരണം, അവരടുത്തുള്ള കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ വിവാഹം ചെയ്യുള്ളൂ. ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ അഷ്കിനാസി ജൂതനാണ്. അപ്പോൾ എന്തുകൊണ്ടാണത്? ഇവർ അവരുടെ ഈ ബുദ്ധിയിൽ പ്രശ്നം വരരുത്, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ, അവരുടെ ജനറ്റിക് ക്വാളിറ്റീസ് പോകരുത് എന്ന നിലക്കാണ്, ചോർന്നു പോകരുത് നിലക്കാണ് ഇങ്ങനെ അടുത്ത് വിവാഹം ചെയ്ത് ഈ അടുത്തുള്ള ആളുകൾ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ജനറ്റിക് പ്രശ്നങ്ങൾ വരും. ഞാൻ ഇവിടെ പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വന്നത്. ഇതിപ്പോൾ നാളെ മറ്റന്നാൾ അതായിരിക്കണോ സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. നാളെ ചിലപ്പോൾ അത് ഇന്ത്യയിലുള്ള, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ എത്രയോ സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാധവൻ എന്ന് പറയും, നമുക്കൊക്കെ ഒരു വല്ലാതെ അഭിമാനം തോന്നുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതായത് പിന്നെ ഐസക് ന്യൂട്ടന് കാൽക്കുലസ് കണ്ടെത്തുന്നതിന് 200 വർഷങ്ങൾക്ക് മുമ്പ് മാധവന് കാൽക്കുലസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മാധവ ന്യൂട്ടൺ സീരീസ് എന്നാണ് അതിൻ്റെ പേരുകൾ മാറ്റിയിട്ടുള്ളത്. നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള ഇന്ത്യയിൽ നിന്ന് എത്ര ആൾക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്ന് വെച്ചാൽ ഇല്ല. അപ്പം അത് അതിൻ്റേതായ എന്ത് വേണം, ഒരു പ്ലാറ്റ്ഫോം വേണം, സാഹചര്യം വേണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ പരിഗണിക്കാതെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതോടൊപ്പം നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ അസ്ഥിരത ഒന്നും ഇല്ലാത്ത രാജ്യങ്ങൾ, ഇപ്പോൾ സൗദി അറേബ്യ, UAE പോലുള്ള രാജ്യങ്ങൾ, അവർക്ക് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നത് നിയോം പോലെയുള്ള പ്രൊജക്റ്റുകൾ, അതേപോലെ ബാക്കിയുള്ള വളരെ നൂതനമായ, നമ്മളൊന്നും ഇതുവരെ സങ്കല്പിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും. യൂണിവേഴ്സിറ്റികൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പുതിയതായിട്ട് ഉണ്ടാകുന്നു, പുതിയ സാധ്യതകൾ ഉണ്ടാകുന്നു, പുതിയ നഗരങ്ങൾ ഉണ്ടാകുന്നു. അതായത് ആ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഈ പറഞ്ഞ പോലെ AI-യും റോബോട്ടിക്സിനൊക്കെ നൽകുന്ന പ്രാധാന്യങ്ങൾ അടക്കം നമ്മൾ കാണേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ രൂപത്തിൽ മാത്രമല്ല, ആ രാജ്യങ്ങളുടെ ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഇപ്പൊ ഈ അടുത്ത് സൗദി അറേബ്യന്റെ ക്രൗൺ പ്രിൻസ് പറഞ്ഞത് ദുസ്തൂറുൻ അൽ ഖുർആൻ എന്നാണ്.
ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അപ്പൊ ബേസിക്കലി ഇതെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അവിടെ സമാധാനമുണ്ട്. അവിടെ ഈ ശാസ്ത്രത്തിന് വളരാനുള്ള, സാമ്പത്തികമായി വളരാനുള്ള അനുകൂല ഘടകങ്ങളുണ്ട്. അപ്പോൾ അത് വളരുന്നു. അതില്ലാത്തടത്ത് അതില്ലാത്തടത്ത് സ്വാഭാവികമായിട്ട് അത് ക്ഷയിക്കുന്നു. അതാണ് അപ്പോൾ സംഭവിക്കുന്നത്. ഈ യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ചെങ്കിസ് ഖാന്റെ പടയോട്ടവും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ രവീന്ദ്രൻ മുസ്ലിം ആക്കിയിട്ടുള്ള ചെങ്കിസ് ഖാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജിന്റെ അന്തകനായി വരുന്നത്, അല്ലെങ്കിൽ ഈ ഗോൾഡൻ ഏജിന്റെ മാത്രമല്ല മൊത്തം സിവിലൈസേഷന്റെ തന്നെ അന്തകനായി വരുന്നത് എന്നുള്ളത് ഒരു ഭാഗത്ത്. മാത്രമല്ല ഇതിൽ വളരെ രസകരമായിട്ട് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ തുടച്ചു നീക്കാൻ വേണ്ടി പടയോട്ടം നടത്തിയിട്ടുള്ള ചെങ്കിസ് ഖാനെ മുസ്ലിമാക്കിയ രവീന്ദ്രൻ അവസാനം ചെയ്യുന്നത് വെച്ചാൽ അവിസനെ പോലെ, ഇബ്നു സീനയെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, എത്തിസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ ജംഗിസ് ഖാനെ മുസ്ലിം ആക്കുക, അവിസനെ പിന്നെ എത്തിസ്റ്റ് ആക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇവർക്ക് വേണ്ടത്. ഈ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരൊക്കെ, മുസ്ലിങ്ങളായിട്ട് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരൊക്കെ അവരൊക്കെ എത്തിസ്റ്റുകളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളുടെ ക്രെഡിറ്റ് പോകും, അതെ അതെ ഇസ്ലാമിന്റെ ക്രെഡിറ്റ് പോകില്ല. അപ്പൊ അതിനുവേണ്ടി ഇവർ എത്തിസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള മെനക്കെട്ട്. ഈ അവിസനൊക്കെ ശരിക്കും വലിയൊരു ഹെററ്റിക് ആയിട്ട് എത്തിസ്റ്റ് ലൈഫ് ലീഡ് ചെയ്ത ആളായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് പറയാറുണ്ട് അവിസന അവസാനം മരിക്കാൻ തന്നെ ഖുർആൻ കയ്യിൽ വെച്ച് വായിച്ചുകൊണ്ടാണ് മരിച്ചത്. ഡാർവിന്റെ കാര്യത്തിൽ പറയുന്നത് പോലെ അങ്ങനെയുണ്ട്. അപ്പോൾ അവിസന്ന ഇബ്നു സീന എന്താണ്, എത്തീസ്റ്റിക്കായി ലൈഫ് ലീഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഇദ്ദേഹം ഈ പറഞ്ഞ രൂപത്തിൽ പിന്നെ ഇബ്നു സീനയെ കുറിച്ച് ഈ രൂപത്തിൽ പറയുന്നു. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് വലിയ കുറേ അബദ്ധങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ട കാര്യമാണ് ഈ അശ്അരിസത്തെക്കുറിച്ച് അല്ലെങ്കിൽ അശരീകളെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. അതുകൂടി നമുക്ക് പിന്നീട് അശരിയ എന്ന് പറയുന്ന ഒരു ഫിലോസഫി പിന്നീട് അവർ പറയുന്നത് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, എറ്റേണലാണ്. അപ്പോൾ ദൈവത്തിന്റെ വാക്കും എറ്റേണലാണ്. അപ്പോൾ ഖുർആൻ ക്രിയേറ്റർ അല്ല, ഖുർആൻ വൺ ക്രിയേറ്റർ ആണ്, ദൈവം വൺ ക്രിയേറ്റർ ആണ്. ഇതെല്ലാം ഏതാണ്ട് ഒരു സെറ്റ് സാധനമാണ് എന്നാണ് അവരെ അശരിയ എന്ന് പറയുന്നത്. മാത്രമല്ല അവർ പറഞ്ഞത് ഡിറ്റർമിനിസം ആണ്, എല്ലാം അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്, അതെന്ത് വേണമെന്ന് നിയമം, നാച്ചുറൽ ലോസ് പറയുന്ന സംഗതിയില്ല. ഇപ്പൊ ഈ അശരി വിഷയം മാത്രമല്ല, ഇപ്പൊ പൊതുവെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്, അതായത് അള്ളാഹുവിന്റെ നിയമങ്ങൾ മാത്രമാണ്, അല്ലാതെ പ്രകൃതി നിയമങ്ങളൊന്നുമില്ല എന്ന രൂപത്തിലുള്ള ടോക്സ് ഒക്കെ ഉണ്ടല്ലോ. ഇത് യഥാർത്ഥത്തിൽ ഭയങ്കര വിഡ്ഢിത്തമാണ്. ഇപ്പൊ അശരി ആയിട്ടുള്ള പണ്ഡിതന്മാരാണെങ്കിലും ശരി, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്, അതായത് ഇവരൊക്കെ യാഥാസ്ഥികർ നിന്ന് ആരോപിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ആ വിഭാഗം പണ്ഡിതന്മാരൊക്കെ ഈ പ്രകൃതിപരമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം ഖുർആനിൽ ഇപ്പൊ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പ്രകൃതിയെ കുറിച്ചുള്ള ചിന്ത വിശ്വാസിയുടെ ബാധ്യതയായിട്ട് പറഞ്ഞതാണല്ലോ, വിശ്വാസിയുടെ അടയാളമായിട്ട് വളരെ പ്രധാനപ്പെട്ട നല്ല വിശ്വാസിയുടെ സവിശേഷതയായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ നിഷേധിച്ചു എന്ന് മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അത്രമേൽ ബാലിശമാണ്. മാത്രമല്ല ഇപ്പോഴും പണ്ഡിതന്മാർ ഇപ്പോൾ അശ്അരി, അതുപോലെ അഹ്ലുസുന്ന വൽ ജമാ ഇങ്ങനെയുള്ള ചർച്ചകളും സംവാദങ്ങളൊക്കെ പറയുമ്പോൾ വളരെ പ്രധാനമായി വളരെയധികം കൂടുതലായിക്കൊണ്ട് പലരും സൂചിപ്പിക്കാറുള്ള പദങ്ങളാണ് ആയാത്തുൽ കൗനിയ, ആയാത്തുൽ ഷറയ്യ. ആയാത്തുൽ ഷറയ്യ എന്ന് പറഞ്ഞാൽ മതപരമായ കൽപ്പനകൾ. ഇപ്പോൾ മുമ്പ് പറയുന്നത്, അശരികൾ പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ച് മാത്രമാണെന്നാണ്. അവർ പ്രകൃതിപരമായ നിയമങ്ങളിൽ വിശ്വസിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ അവിടെ ആയത്തുൽ ഷറയ്യയെ കുറിച്ചും ചർച്ചകൾ നടക്കാറുണ്ട്, ആയത്തുൽ കൗനിയെ കുറിച്ചും ചർച്ചകൾ നടക്കാറുണ്ട്. അതായത് ദൈവം മതത്തിന്റെ ഭാഗമായി നമ്മോട് കൽപ്പിച്ച പല കാര്യങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അതേപോലെ പ്രകൃതി നിയമങ്ങളായി സംവിധാനിച്ച നിയമങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ചുരുക്കം, ഈ അശ്അരികളും അഹ്ലുസുന്ന വൽ ജമാഅത്തും ബാക്കിയുള്ള പല മാതുരീദികളും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ശാഖകളുണ്ടല്ലോ മുസ്ലിങ്ങൾക്കിടയിൽ. ഈ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ശാഖകൾ എന്നാണ് പലപ്പോഴും അറിയപ്പെടാറുള്ളത്, പണ്ഡിതന്മാരുടെ ചർച്ചകളൊക്കെ വരാറുള്ളത്. പക്ഷെ ഇവിടെ പ്രകൃതിപരമായ പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. അതിൻ്റെ ഇന്റർപ്രിട്ടേഷനുകളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇപ്പം അദ്ദേഹം പറഞ്ഞത് വളരെ ബാലിശമായ, വളരെ വിഡ്ഢിത്തം നിറഞ്ഞ ഈ സംവാദങ്ങളുടെ ഒരു ക്രക്സ് എന്താണ്, അതിന്റെ അന്തസത്ത എന്ന് അറിയാത്തൊരു സംസാരമാണ്. പക്ഷേ വിക്കിപീഡിയയിൽ അത് കൃത്യമായിട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് അദ്ദേഹം തുടരുന്നത്. അബ്ബാസി ഡൈനാസ്റ്റിയുടെ ഔദ്യോഗികമായിട്ടുള്ള അവർ പ്രൊമോട്ട് ചെയ്യുന്ന വേർഷൻ ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത് ഈ മുത്തസില. അവർ ഭയങ്കര നിർബന്ധമായിട്ടാണ് അത് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു, അന്വേഷിക്കാൻ കഴിയായിരുന്നു. ഒരു കൈൻഡ് ഓഫ് സെമി യുക്തിവാദം എന്ന് പറയാം. കംപ്ലീറ്റ് റാഷണലിസം, സെക്കുലർ റാഷണലിസം ആയിരുന്നില്ല. അവർ ഈ മുഹമ്മദിനെയും ഖുർആനെയൊക്കെ അംഗീകരിക്കും. പക്ഷേ അവർ പറയുന്നത് നാച്ചുറൽ ലോസ് ഉണ്ട്, മനുഷ്യനെ അന്വേഷിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ മനുഷ്യന്റെ ഫ്രീ വില്ലിനെ അവർ അംഗീകരിച്ചു. ഫ്രീ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അങ്ങനെ തീരുമാനിക്കപ്പെട്ടിട്ടൊന്നുമില്ല. മനുഷ്യൻ വേണമെങ്കിൽ ഇപ്പോൾ ആഹാരം കഴിക്കാതിരിക്കുകയും ചെയ്യാം, അതിനുള്ള അവകാശം മനുഷ്യനുണ്ട്, അവന് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഫ്രീ വിൽ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ വരുമ്പോൾ ഒരു വളരെ ആധുനികം എന്ന് നമുക്ക് പറയാവുന്ന, ഒരു വ്യക്തിഗതം എന്ന് നമുക്ക് പറയാവുന്ന, മനുഷ്യന്റെ അന്വേഷണങ്ങളെ ചങ്ങലക്കിടാത്ത ഒരു സ്കൂൾ ഓഫ് ഇസ്ലാമിക് ഫിലോസഫി ആയിരുന്നു ഈ മുത്തസില എന്ന് പറയുന്ന സംഗതി. പിന്നെ മനുഷ്യന്റെ ചിന്തകളുമായിട്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്താ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും അശരിയും പിന്നെ മുഅ്തസിലിയും തമ്മിലൊന്നും വേർതിരിവ് വരുന്നില്ല. അവരുടെ ചർച്ചാ വിഷയങ്ങളും അത്തരം മേഖലയല്ല. അശരീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മുഅ്തസില ആയിരുന്ന ഒരാളാണ് അശരി ആയി മാറുന്നത്, അശരി തോട്ടിന് പിന്നെ സ്ഥാപിക്കുന്നത് അശരി. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ വിഷയം ശാസ്ത്രം പഠിക്കാൻ പറ്റുമോ, ശാസ്ത്രം പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ മുഅ്തസില, അല്ലാത്തവർ ശരി, അങ്ങനെ ആയതല്ല. അവിടെ ചർച്ചാ വിഷയങ്ങൾ തന്നെ വേറെയാണ്. മാത്രമല്ല മുഅ്തസിലാക്കൾ എന്ത് ടൂൾസാണോ ഉപയോഗിച്ചത് അതേ ടൂളുകൾ തന്നെ, യുക്തി, ബുദ്ധി, ഇതൊക്കെ തന്നെയാണ് അശരിയും
അതെ. ഉപയോഗിക്കുന്നത്. അവരുടെ സംസാരങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായിരുന്നു. ഉം. അതായത് യുക്തി വെച്ചിട്ട് തന്നെയായിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നത്. അവർ യുക്തി ഉപയോഗിച്ചിരുന്നു, ലോജിക് ഉപയോഗിച്ചിരുന്നു, ഈ ഫിലോസഫി ഉപയോഗിച്ചിരുന്നു അവരുടെ ചർച്ചകളിൽ. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അശ്അരികൾ തമ്മിലുള്ള സംവാദങ്ങളാകട്ടെ, മുഅ്തസിലികളാകട്ടെ, മാതുരിദികളാകട്ടെ, ബാക്കിയുള്ള ഏതൊക്കെ സെക്റ്റുകളാകട്ടെ, ഈ ശാഖകൾ, ഇസ്ലാമിനുള്ളിലുള്ള ശാഖകളെല്ലാം സംസാരിച്ചിരുന്നത് ഈ മാധ്യമങ്ങളും ചിന്താ സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ രവിചന്ദ്രൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, മുഅ്തസിലികൾ മാത്രമാണ് ഫ്രീ തോട്ടിന് പ്രാധാന്യം കൊടുത്തത്, അവർ മാത്രമാണ് ഫിലോസഫി അങ്ങനത്തെ ശാഖകൾക്ക് പ്രാധാന്യം കൊടുത്തത്, ബാക്കിയുള്ളവരൊക്കെ അതിനെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചവരാണെന്നല്ല. അല്ല, അങ്ങനെയല്ല. അത് നേരെ തിരിച്ചാണ്. നേരെ തിരിച്ചു എന്നല്ല, എല്ലാവരും ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. പക്ഷെ പല വിഷയങ്ങളിലും അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ നാമഗുണവിശേഷണങ്ങളെ കുറിച്ച്, ഇപ്പോൾ ദൈവത്തിൻ്റെ കേൾവി എന്നൊരു സവിശേഷത എടുത്ത് വെക്കാം. അതുമായി ബന്ധപ്പെട്ട് മുഅ്തസിലികൾക്കും അതേപോലെ അശ്അരികൾക്കും ചില വീക്ഷണ വ്യത്യാസങ്ങൾ. അത് ഖുർആനിലെ വചനങ്ങളെ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ വാചകങ്ങളെ അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അല്ലാതെ ഇവരാരും യുക്തിചിന്തയെ നിഷേധിച്ചിട്ടില്ല, ഇവരാരും ബുദ്ധി ഉപയോഗിക്കുന്നതിന് നിഷേധിച്ചിട്ടില്ല, ഇവരാരും പ്രകൃതി പ്രതിഭാസങ്ങൾ പഠിക്കുന്നതിന് നിഷേധിച്ചിട്ടില്ല. അത് കൃത്യമായി എന്താണ് ഇവർ തമ്മിൽ നടക്കുന്ന സംവാദം തിരിച്ചറിയാത്തത് കൊണ്ടുള്ള വലിയൊരു പ്രശ്നമാണ്. ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു അജ്ഞത വളരെ കൃത്യമായിട്ട് മുഅ്തസിലകളെ കുറിച്ച്, അതിന്റെ ഒറിജിനെ കുറിച്ച് പറയുമ്പോൾ അടക്കം ഇദ്ദേഹം പറയുന്നുണ്ട്. വെച്ചാൽ നമ്മൾ മുഅ്തസില വിഭാഗത്തിന്റെ ഒറിജിനൊക്കെ നമ്മൾ ചരിത്രത്തിൽ ഇങ്ങനെ വിശദീകരിക്കും, അല്ലെങ്കിൽ ആ ഒരു സംവാദങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കും. പക്ഷേ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ അലി റളിയല്ലാഹുവിന്റെ കാലം തൊട്ട് തന്നെ മുഅ്തസില എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഈ മുത്തസിലൈറ്റ്സ് എന്ന് പറയും. അവരുടെ ഞാൻ പറഞ്ഞാണ് നോൺ ഫോർ ഇവർ ശരിക്കും ഈ അലിയും മുആവിയയും തമ്മിലുള്ള ഒരു തർക്കമുണ്ട്. അപ്പൊ അവിടെ ഈ മുആവിയയുടെയും അലിക്ക് ഇടയ്ക്കുണ്ടായിട്ടുള്ള അതിനെ ഈ ഷിയായിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ന്യൂട്രൽ ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ചതായിരുന്നു ഈ മുത്തസിലൈറ്റ് എന്നറിയപ്പെടുന്നത്. മുത്തസില ഫിലോസഫി. അൽ മുത്തസില had come to refer the distinctive Islamic school of speculative theology. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇവരുടെ അജ്ഞതന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒന്നുകൂടിയാണത്. അതായത് മുഅ്തസില എന്ന പദം കേൾക്കുമ്പോഴേക്കും അതിന്റെ എന്തർത്ഥത്തിലാണ് അവിടെ മുഅ്തസില, അലി റളിയല്ലാഹുവിന്റെ കാലത്തുള്ള അവിടെയാണ് ഉത്ഭവം എന്നാണല്ലോ ഇദ്ദേഹത്തിന്റെ വാദം. എന്തർത്ഥത്തിലാണ് അവിടെ മുഅ്തസില എന്ന പദം ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തതുകൊണ്ടുള്ള സംസാരമാണ്. മുഅ്തസിലൊക്കെ ശരിക്കും വരുന്നത് ആ മുഅ്തസില ഫിലോസഫി അപ്പോഴാണ് രൂപപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ആ ഫിലോസഫി ശരിക്കും രൂപപ്പെടുന്നത് കുറേ ശേഷമാണ്, ഇവരുടെ ഒക്കെ ശേഷമാണ്. യഥാർത്ഥത്തിൽ അവിടെ മുഅ്തസില എന്ന് ഉപയോഗിക്കുന്നത് ന്യൂട്രൽ, ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ന്യൂട്രലായി നിന്നിരുന്ന ആളുകളുണ്ട്. അതായത് അലി റളിയല്ലാഹുവിന്റെ ഒരു വിഭാഗവും മുആവിയ റളിയല്ലാഹുവിന്റെ ഒരു വിഭാഗവും തമ്മിൽ ഒരുപാട് ആശയ വ്യത്യാസങ്ങളുണ്ടായത്. അവർ തമ്മിൽ ചില യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നു. ആ സന്ദർഭത്തിൽ അവിടെ ന്യൂട്രലായി നിന്ന ഒരു പക്ഷത്തിലും ചേരാത്ത ആളുകളെ മുഅ്തസില എന്ന് വിളിച്ചിരുന്നു. അത് ഏതെങ്കിലും ഒരു ഫിലോസഫിയുടെ ബേസിസിൽ വിളിച്ച പേരല്ല. മുഅ്തസില എന്ന അറബി പദം വരുന്നത് അതിന്റെ ഉത്ഭവം എഅ്തസല എന്നതിൽ നിന്നാണ്. അത് എഅ്തസല എന്നാണ് മാറി നിന്നവർ എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫിലോസഫി എന്ന അർത്ഥത്തിലുള്ള മുഅ്തസില അല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് മാറി നിന്നവർ. അത് അറബിയിലൊരു പദമാണ്. ഇപ്പം നമ്മൾ മുസ്ലിം എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. അതൊരു ഇസ്ലാമിക് കണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം എന്ന മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ അതേസമയം ഒരു അടിമയും യജമാനനും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിൽ അവിടെ മുസ്ലിം എന്ന അടിമയെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം വിശ്വസിക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല, കീഴൊതുങ്ങിയവൻ, യജമാനന് മുന്നിൽ കീഴൊതുങ്ങിയവൻ എന്നുള്ള അർത്ഥം. അപ്പോൾ ഓരോ പദങ്ങളും അതിൻ്റെതായ കണ്ടക്സ്റ്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാതെ വെറുതെ എവിടുന്നോ വായിച്ചത്, എവിടുന്നോ വിക്കിപീഡിയ എവിടുന്നോ അല്ല, വിക്കിപീഡിയ കോപ്പിയാണ്. ഞാനത് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് വിക്കിപീഡിയ പേജ് ഡയറക്റ്റ് കിട്ടി. അദ്ദേഹം അതിൽ എഴുതിയ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു, അത് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പൊ അത് ഏതിൽ നിന്നാണെന്ന് കിട്ടും. അത് വിക്കിപീഡിയയിലുണ്ട്. അതേപോലെ നേരെ അതെടുത്ത് കോപ്പി ചെയ്തിരിക്കുകയാണ്. നോക്കി എന്ത് സംഭവിക്കും ഒരു ഉദാഹരണം. അത് മാത്രമല്ല, അതിൽ കൃത്യമായി തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ജസ്റ്റ് അദ്ദേഹം ഇത് പറയാൻ വേണ്ടി ചിലപ്പോൾ ശാഖയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരിക്കും ഈ വിഷയം ഇടാൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. കാര്യം എന്താ അറിയോ, വാസിൽ ബിൻ അത്താണ് ഇതിന് ഫൗണ്ടർ എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാസിൽ ബിൻ അത്താ എന്ന് പറയുന്ന അദ്ദേഹം ജനിക്കുന്നത് തന്നെ അലി റളിയല്ലാഹുവിന്റെ കാലശേഷമാണ്. പിന്നെ എങ്ങനെയാണ് അലി റളിയല്ലാഹുവിന്റെ കാലത്തിൽ ന്യൂട്രലായി നിൽക്കുക? അപ്പൊ വിക്കിപീഡിയയിൽ നോക്കിയിട്ട് അറിവ് കരസ്ഥമാക്കി അത് ആളുകളുടെ മുന്നിൽ എന്തോ വലിയ പണ്ഡിതൻ എന്നുള്ള രൂപത്തിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ സ്വാഭാവികമായിട്ട് മൊത്തത്തിൽ എന്താ വെച്ചാൽ ഇദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താ വെച്ചാൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. ആ കാലഘട്ടത്തിലുള്ള സയൻസിന്റെ പ്രോഗ്രസ്സും അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രോഗ്രസ് ഒക്കെ ആളുകൾ മനസ്സിലാക്കുന്ന പറയുമ്പോൾ എങ്ങനെയെങ്കിലും അതിനെ കൗണ്ടർ ചെയ്യണം. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, അതിനെ എങ്ങനെയെങ്കിലും പേർഷ്യയിലേക്കോ അറബി ഭാഷയിലേക്കോ എവിടേക്കെങ്കിലും പോയിക്കോട്ടെ, എവിടെ പോയാലും കുഴപ്പമില്ല, ഇസ്ലാമിലേക്കും പ്രവാചകനിലേക്ക് എത്തരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ പല രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വിക്കിപീഡിയെന്നോ എവിടുന്നാണോ കിട്ടുന്നത് അതൊക്കെ വാരി വലിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരുപാട് അബദ്ധങ്ങൾ പറ്റുന്നു. ഗസാലിയെ കുറിച്ച് അടക്കം അദ്ദേഹം പറയുന്നുണ്ട്, ആ ഭാഗം കേൾക്കാം. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് അൽ ഗസാലി. ഗസാലിയുടെ കാര്യം ഞാൻ പറഞ്ഞു.
പുള്ളി ഭയങ്കര ഒരു റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ഈ മൗദൂദി, അന്നത്തെ ഒരു മൗദൂദിയാണ് ശരിക്കും ഗസാലി എന്ന് പറയുന്നത്. പുള്ളി പറഞ്ഞത് എൻറ്റയർലി സബ്ജക്ട് ടു ഗോഡ്സ് വിൽ. ദൈവം എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപോലെയാണ്. അല്ല വേറെ അവിടെ ചോദ്യവും ചിന്തയും അന്വേഷണവും വ്യാഖ്യാനവും ഒന്നും ആവശ്യമില്ല, വേറെ ഒന്നും ആവശ്യമില്ല. ഗസാലി ഇമാമിനെയാണ് ഇപ്പോൾ ഇവിടെ അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത്. ഇത് സാധാരണ ഇത് അദ്ദേഹത്തിനല്ല, ടൈസൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റൊക്കെ ഉണ്ട്, അദ്ദേഹമൊക്കെ ഗസാലിയാണ് ശാസ്ത്രത്തെ തളർത്തിയത് എന്ന് പറയാറുണ്ട്. ആക്ച്വലി ആ പറയുന്നതിൽ തന്നെ കുറേ അബദ്ധമുണ്ട്. ഒരാളൊരു എന്തെങ്കിലും ഒരു ഗ്രന്ഥങ്ങൾ എഴുതുന്നു, അത് വായിച്ച ഉടനെ എല്ലാവരും കൂടിയും അതോടുകൂടി ഇനി മുതൽ ഞാൻ ഈ ശാസ്ത്ര പഠനത്തിന് പോകുന്നില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരുന്നു ഇമാം ഗസാലി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇമാം ഗസാലി എന്ന് പറയുന്നത് പിന്നെ ലോക ചരിത്രത്തിൽ തന്നെ അത്രക്ക് അസാമാന്യ ഉള്ള ഒരു വ്യക്തി വളരെ വിരളമായിട്ടാണ് ഉണ്ടാകുന്നത്. കാരണം അത്രമാത്രം വ്യത്യസ്ത ഫീൽഡുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പഠനം നടത്തി. ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഫിലോസഫിക്കെതിരെ ഈ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പാതകമായിട്ടാണ് പറയുന്നത്. ഫിലോസഫി എന്ന് പറഞ്ഞ സാധനം മട്ടർ വേസ്റ്റാണ് എന്നോ അതിൻ്റെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന രവിചന്ദ്രനാണ് ഇത് ഈ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ ഫിലോസഫിക്ക് എതിരായിട്ടല്ല ഗസാലി ഇമാം പറഞ്ഞത്, ഫിലോസഫേഴ്സ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ തഹാഫത്തുൽ ഫലാസിഫ എന്നാണ്. ഇൻകഹറൻസ് ഓഫ് ഫിലോസഫേഴ്സ്, ഇൻകഹറൻസ് ഓഫ് ഫിലോസഫി എന്നല്ല. ഫിലോസഫേഴ്സിൻ്റെ അടുത്ത് പറ്റിയിട്ടുള്ള കുറേ തെറ്റുകളാണ്. അത് ഇബ്നു സീനയെ പോലെയുള്ള ഫാറാബിയെ പോലെയുള്ള പല ഫിലോസഫേഴ്സും പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിന് വിരുദ്ധമായിക്കൊണ്ടുള്ള കാര്യമാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. ഇപ്പം നേരത്തെ ഇബ്നു സീനയുടെ കാര്യം പറഞ്ഞല്ല, ഇബ്നു സീന എന്ന് പറയുന്നത് അവിടെ ഇവരൊക്കെ ഇബ്നു സീനയെ വിമർശിക്കാൻ കാരണം ഇബ്നു സീന ശാസ്ത്രം പഠിച്ചത് കൊണ്ടല്ല. ഇബ്നു സീന എന്താ ചെയ്തു, ഈ പുനരുത്ഥാന നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ ഇസ്ലാമിക വിരുദ്ധമായിരുന്നു. അതിൽ നിന്നിട്ട് പിൽക്കാലത്ത് അദ്ദേഹം മാറിപ്പോയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ദൈവത്തിന് തന്നെ തെളിവ് അവതരിപ്പിച്ചൊരു വ്യക്തിയാണ്. ദൈവത്തിന് തെളിവ് അവതരിപ്പിച്ചൊരു വ്യക്തിയാണ് ഇദ്ദേഹം അത്തീസ്റ്റ് ആക്കിയത്. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ ഇബ്നു സീനയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത്തരത്തിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ ഫിലോസഫിയെ അദ്ദേഹം ഇതിൽ ചർച്ച ചെയ്യുന്നത് തന്നെ ഫിലോസഫിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൽ തന്നെ. ഇതാണ് ഒന്നാമതായി മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്തത്, അദ്ദേഹം ഇത്തരം ചർച്ചകൾ നടത്തുമ്പോൾ അദ്ദേഹത്തിന് ചില വാദങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നതെല്ലാം റിയാലിറ്റി അല്ല, നമ്മുടെ കാഴ്ചയിൽ നമ്മൾ അനുഭവിക്കുന്ന റിയാലിറ്റി. ഇന്നിപ്പോൾ നമുക്ക് അതിൽ യാതൊരു സംശയവും, നമുക്കറിയാം അത്. പക്ഷെ അന്നത്തെ കാലത്ത് അതൊരു ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് റിയൽ അല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജ്ഞന്മാർ പറയുന്നത് എന്തെന്നാൽ, ആലിം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, ഉലമാക്കൾ എന്നുള്ള വാക്കാണ് അവിടെ വന്നുള്ളത്. അവിടെ വിജ്ഞന്മാർ പറയുന്നത് എന്തെന്നാൽ, ഈ ഭൂമി എന്ന് പറയുന്നത് ആകാശവുമായി തുലനം ചെയ്താൽ മരുഭൂമിയിൽ കിടക്കുന്ന ഒരു മോതിരത്തോളം മാത്രമേ ഉള്ളൂ, ആകാശം അത്രയും വലുതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, വിജ്ഞന്മാർ എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നത് ആസ്ട്രോണമറെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആസ്ട്രോണമറുടെ പറഞ്ഞ കാര്യം സ്വന്തം വാദത്തിന് തെളിവായിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരാളെങ്ങനെയാണ് ശാസ്ത്രവിരുദ്ധം എന്ന് പറയാൻ കഴിയും? അതാണ്. ഇനി മാത്രമല്ല, ഇഹ്യാ ഉലൂമുദ്ദീനിൽ അരിത്തമെറ്റിക്സ്, അതേപോലെ മെഡിസിൻ പഠിക്കുന്നത് അത് ഫർള് കിഫായയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഫർള് കിഫായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഒരാൾ പഠിച്ചിരിക്കണം. മെഡിസിൻ, അതായത് MBBS എന്തായാലും ഈ നമ്മളെ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ MBBS ഒരു നാട്ടിൽ ഒരാളെങ്കിലും അത് പഠിച്ചിരിക്കണം, നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞ, അതേപോലെ അരിത്തമെറ്റിക്സ് പഠിക്കുന്ന ഇതുപോലെയാണെന്ന് പറഞ്ഞ ഈ ഗസാലി ഇമാമ് ശാസ്ത്രവിരുദ്ധൻ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇയാൾക്ക് ഭ്രാന്താണ് എന്ന് പറയാനല്ലേ നമുക്ക് കഴിയുള്ളൂ. ഈ പറഞ്ഞ പോലെ എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്ന വിജ്ഞാനങ്ങൾ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു കാര്യത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിലുള്ള ഒരു വിഷയമാണ്. മാത്രമല്ല അദ്ദേഹം പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ മുസ്ലിം ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ അതിൽ ഓരോരുത്തരെയും പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇസ്ലാം എന്നിട്ട് പുറത്തിടുകയാണ്. അപ്പോൾ അതിന് അദ്ദേഹം ഉദ്ധരിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ റെഫറൻസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. അത് ആ ഭാഗം ഞാനൊരു എത്തിസ്റ്റ് ബ്ലോഗർ ഒരു എക്സിൽ കുറിച്ച ഒരു കാര്യം പുള്ളി പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമൈസേഷൻ ഹെററ്റിക്സ് ആൻഡ് എത്തിസ്റ്റ്, ഈ പറയുന്ന ഈ ഗോൾഡൻ ഏജിൽ ജീവിച്ചിരുന്നു, അന്വേഷണങ്ങൾ നടത്തി, കണ്ടെത്തൽ നടത്തി, ആൾജിബ്ര ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ഈ ചിന്തകന്മാർ എല്ലാവരും തന്നെ ഒരാൾ ഇബ്ൻ സിന വാസ് കോൾഡ് ഇമാം ഓഫ് എത്തിസ്റ്റ്, അതായത് ഇമാം ഹെത്തീസ് എന്നാണ് വിളിച്ചിരുന്നത്. അൽ റാസി ദ ഹെററ്റിക്, പേരുടെ കൂടെ തന്നെ ഹെററ്റിക് ഉണ്ടായിരുന്നു, വാസ് ടോൾഡ് ദാറ്റ് ഹി ഷുഡ് ബി എക്സിക്യൂട്ടഡ്, കൊന്നുകളയാൻ ഭീഷണിപ്പെട്ട ഒരാളായിരുന്നു. അൽ കിൻഡി ഡിസഗ്രീഡ് വിത്ത് ഖുറാനെ എതിർത്ത ആളായിരുന്നു.
ഇബ്ൻ ഹയാൻ വാസ് അക്യൂസ്ഡ് ഓഫ് ബീയിങ് എ മജീഷ്യൻ, ഒരു മജീഷ്യൻ ആണെന്നുള്ള കുറ്റാരോപണം നേരിട്ട ആളാണ്. അൽ ഫറാബി, an atheist who called all prophets liars, എല്ലാ പ്രവാചകന്മാരും കള്ളന്മാരാണെന്ന് പറഞ്ഞ ആളാണ് അൽ ഫറാബി. ഇബ്ൻ അൽ ഹൈദം വാസ് കോൾഡ് എ ബിഗസ്റ്റ് heretic, അതായത് ഏറ്റവും വലിയ മതനിഷേധികളാണ് വിളിച്ചത്. ഇബ്ൻ മുഫാക്ക, his limbs were cut off and was forced to eat them, പുള്ളിയുടെ കൈ കാലൊക്കെ വെട്ടിയിട്ട് അത് പുള്ളിയെ കൊണ്ട് തീറ്റിച്ചു. അപ്പോൾ അദ്ദേഹം ഓരോ ശാസ്ത്രജ്ഞന്മാരെടുത്തിട്ട് അത് അവര് ഹെററ്റിക് ആയിരുന്നു, അവര് എത്തീസ്റ്റ് ആയിരുന്നു എന്ന് പറയാണ്. ഇതിനുള്ള അവലംബ ആരാണ്? ഇദ്ദേഹം പറയണേ ഏതോ ഒരു ഏതോ ഒരു എത്തീസ്റ്റ് എക്സിലിട്ടു. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇതിന്റെ റെഫറൻസ് രവിചന്ദ്രൻ പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കരുതി ഏതോ റിസർച്ച് ആർട്ടിക്കിളോ ഏതോ അക്കാഡമിക ഗ്രന്ഥം വെച്ചിട്ടാണ് ഇത് സ്ഥാപിക്കാൻ. ഏതോ ഒരു അല്ല, അയാൾക്ക് വേണ്ടത് ഏത് ചവറ്റ് കൊട്ടയിൽ നിന്നാണെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ലാതെ അയാള് എത്ര വൃത്തികെട്ട ഒരു കൊട്ടയിൽ നിന്നും അയാൾ അത് എടുക്കും. ഇത് രവീന്ദ്രന്റെ പൊതുവായ റെഫറൻസിന്റെ ഒരു കോലാണിത്. ഇത് ഞാൻ മുമ്പും കഴിഞ്ഞൊരു ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിലും നമ്മളിത് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ രവീന്ദ്രന്റെ റെഫറൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആധികാരികമായ റെഫറൻസ് എന്ന് വെച്ചാൽ ഏതോ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. അത് ആരായിരിക്കും? ഏതെങ്കിലും ഇപ്പോൾ സാം ഹാരിസിനെ, ഇപ്പോൾ ഗാസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതിൽ അദ്ദേഹത്തിന്റെ റെഫറൻസ് സാം ഹാരിസ് എന്ന് പറഞ്ഞാൽ ആരാ? ഈ ന്യൂ എത്തീസ്റ്റുകളുടെ ഒരു കുതിരപ്പലയാളികൾ ഒരാൾ എന്ന് പറയുന്നത് സാം ഹാരിസ്. ക്രിസ്റ്റഫർ ഹിച്ചിൻസ് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത സാധാരണക്കാരെ, ഓ ക്രിസ്റ്റഫർ ഹിച്ചിൻസ് ഒക്കെ പേര് തന്നെ എന്തൊരു ഗുമ്മാണ്, അപ്പൊ ആരോ പറഞ്ഞിരിക്കും. അപ്പൊ ഇങ്ങനെ ഇതാണ് ഇദ്ദേഹത്തിന്റെ റെഫറൻസിന്റെ കാര്യം. ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിലൊരു ഗുമ്മുള്ള പേര് പോലും പറയാനില്ലാതെ ഏതോ ഒരു എത്തീസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സിൽ കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സത്യസന്ധത തന്നെ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവ് കൊണ്ടുവരും. ഇന്ന ആളുകൾ എത്തീസ്റ്റുകളാണ് എന്നുള്ളതിന് റെഫറൻസ് കൊണ്ടുവരുവാണ്ടത്, തെളിവ് കൊണ്ടുവരുവാണ്ടത്. ഇതിൽ ഏതോ എത്തീസ്റ്റ് അവരെ എത്തീസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല പലപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ അക്യൂസ്ഡ് ഓഫ് ബീയിങ് ഹെറിറ്റിക്, അദ്ദേഹം മതനിഷേധിയാണ് അല്ലെങ്കിൽ മതത്തോട് വിരുദ്ധമായി പിന്നെ വീക്ഷണങ്ങൾ പുലർത്തിയിട്ടുള്ളതാണെന്ന് അക്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സംവാദങ്ങൾ ഉണ്ടാവും, പലതരത്തിലുള്ള ആശയങ്ങൾ തമ്മിലുള്ള സംഘടനകൾ ഉണ്ടാവും. അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്യൂസ് ചെയ്യപ്പെടുന്ന ഇതിൽ തന്നെ ഇപ്പൊ റാസിയെ പറയുന്നുണ്ട്. റാസി എന്ന് പറയുന്നത് പീഡിയാട്രീഷ്യൻ ആയിട്ടുള്ള ഫാദർ ഓഫ് പീഡിയാട്രീഷ്യൻ അദ്ദേഹമാണ്. സ്മാൾ പോക്സിന് മരുന്ന് കണ്ടെത്തിയ അദ്ദേഹമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തിന് ആക്ച്വലി 2 ഗ്രന്ഥങ്ങളാണ്, 2 സോഴ്സിൽ നിന്നാണ് ഇദ്ദേഹം ഹെറിറ്റിക് ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ രചന നടത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതിൽ 2 ആളുകളെ ആകെ ഇത്തരത്തിലുള്ളൂ കേട്ടോ. ഒന്ന് ഇബ്നു സീന, 2 റാസി. ഈ 2 പേരെ, അതിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് മറ്റേവരെ ശശികല ടീച്ചറുടെ വീടിൻ്റെ നേരെ അടുത്ത് വീട് താമസിക്കുന്ന ആള് എന്നുള്ള ആ തരത്തിൽ തോന്നുന്ന ഒരാളാണ് ആരിഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഈ വിഷയം. അപ്പം ഞാൻ പറയുന്നത് റാസിയുടെ ഈ 2 പേരുകളുള്ളത്. റാസിയുടെ കേസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹെറിറ്റിക് ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്ന് പറയുന്ന 2 സോഴ്സാണ്. ഒന്ന് അൽബിറൂനിയുടെ കുറേ ഗ്രന്ഥങ്ങളുടെ ഒരു കൂട്ടുണ്ട്. അതിൽ തന്നെ അതിൽ ഒന്ന് പറയുന്നത് പ്രോഫറ്റ്സിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതേപോലെ തന്നെ പ്രോഫറ്റിനെ പ്രോ ആയിട്ടുള്ള പ്രോഫറ്റിനെ പ്രൊഫസീസിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥവും ഇദ്ദേഹത്തിൻ്റെതായിട്ട് അൽബിറൂനി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതെന്താണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയില്ല. എന്താണ് അൽബിറൂനി ഇങ്ങനെ റാസിക്ക് ഇങ്ങനെ വാദം ഉണ്ട് എന്ന് പറയാണ്? അല്ല, അൽബിറൂനി റാസിയുടെ 2 ഗ്രന്ഥങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് പ്രോഫറ്റ്സിനെതിരാണ്, മറ്റൊന്ന് ഇതുപോലെ പ്രോഫറ്റ്സിന് എതിരല്ല, അത് അതിനനുകൂലിച്ചു കൊണ്ടുള്ളതാണ്. അപ്പൊ ചിലപ്പോ അഭിപ്രായം ആദ്യം ഏതാണ് വന്നത് അറിയില്ല, അഭിപ്രായം പറഞ്ഞിട്ട് പിന്നീട് അത് തിരുത്തിയതാകാം, അങ്ങനെ സാധ്യത. അപ്പോൾ ഇങ്ങനെ ഒന്നുള്ളത്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അബു ഹാത്തിം റാസി എന്ന് പറയുന്ന ഒരു ഇസ്മായിലി ഉണ്ട്. അദ്ദേഹത്തിന്റെ രചനകളിലാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെതായി പറയപ്പെടുന്ന ഹെറിറ്റിക് ആയിട്ടുള്ള ഇതുള്ളത്. ഞാൻ പറയുന്നത് അതെ. അപ്പൊ അതായത് അൽബിറൂനിയുടെ ഗ്രന്ഥത്തിൽ എന്ത് പറയുന്നു എന്ന് പോലും നമുക്കറിയില്ല, വെറും ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഇത് എന്താണ് പറയുന്നത് എന്നുള്ളത് വിഷയങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബു ഹാത്തിം റാസി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ബദ്ധവൈരിയാണ്, അദ്ദേഹവുമായി സംവാദം നടത്തിയിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ രവിചന്ദ്രനെ എം അക്ബർ എന്ത് പറഞ്ഞു എന്നുള്ളത്, രവിചന്ദ്രനെ പറ്റി പറഞ്ഞത് രവിചന്ദ്രൻ്റെ കൂട്ടാളികൾ ആരെങ്കിലും തെളിവായിട്ട് ഉദ്ധരിക്കുമോ? ഒരിക്കലുമില്ല. ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് എന്നുള്ളത് അതിനൊന്നെങ്കിൽ അതിന് ഉപോത്പലകമായിട്ട് മറ്റൊരു ഫലം നൽകുന്ന വേറെ തെളിവുകൾ കിട്ടണം. അതാണ് റാസിയുടെ കേസിൽ ഉള്ളത് എന്ന് പറയും. ഉള്ള ഒരാൾ ഇങ്ങനെ ഹെറിറ്റിക്കായി പറയാൻ പറ്റുന്ന ഒരാൾ റാസിയാണ്. ആ കേസ് ഇങ്ങനെയാണ്. ബാക്കിയുള്ള എതിരാളികളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇതില് വേറെ കാര്യം വെച്ചാല് ഇതില്
നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഈ പറഞ്ഞ ഈ ലിസ്റ്റ് ഉണ്ടല്ലോ, ഹെറിറ്റിക് എത്തിയിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഇവരെ കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ തന്നെ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ അവരുടെ എല്ലാം റിലീജിയസ് വ്യൂസ് എന്താണെന്നുള്ളത് കാണാൻ പറ്റും. അതിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ ഷിയ വിശ്വാസങ്ങളെയൊക്കെ അഫിലിയേറ്റ് ചെയ്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മുത്തസില, അതുപോലെ തന്നെ ശരി, അങ്ങനെ പല രൂപത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പലതരത്തിലുള്ള അക്യൂസേഷൻസ് ഉണ്ടാകും. അപ്പോൾ ആ അക്യൂസേഷൻസ് വെച്ചിട്ടാണ് ഇവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ആളുകളാണ്, എത്തിസ്റ്റുകളാണെന്നുള്ളത്. ഇപ്പോൾ ഇത് പക്ഷെ ഇവരൊരിക്കലും സ്വയം ഞാൻ എത്തിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരെല്ലാവരും മുസ്ലിങ്ങളായി ജീവിച്ചവരും ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ലാമിന്റെ പിന്നെ വീക്ഷണമാണ് ശരിയെന്ന് വിശ്വസിച്ചു. ഇബ്നുൽ ഹൈത്തമിന്റെ ഫോട്ടോ കണ്ട തലപ്പാവ് വെച്ച ഒരു പക്ക മുസ്ലിം ഇബ്നു ഹൈത്തമിനെ അടക്കം ഇതില് ഇതില് atheist ആക്കിയിട്ടുണ്ട്. മറ്റേ കീലേരി വെച്ചു. മുസ്ലിങ്ങൾ ഇവരൊക്കെ എടുത്ത് മുസ്ലിം ആക്കുന്നു എന്നാണ് ഇവര് നമ്മളോട് ആരോപണം. എന്നിട്ട് അവർ ചെയ്യുന്ന പണി എന്താണ്? മൊത്തം എത്തിസ്റ്റ് ആക്കുകയാണ്. അപ്പൊ ഇതില് ശരിക്കും നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാകാൻ വേണ്ടി ഇപ്പം കേരളത്തിലെടുക്കുക, കേരളത്തിൽ ഒരുപാട് തരത്തിലുള്ള മുസ്ലിം ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ചിന്തകൾ ഉള്ള ഒരുപാട് തരത്തിലുള്ള പിന്നെ സെക്റ്റുകളുണ്ട്. ഇപ്പം പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സെക്ട് മറ്റേ സെക്ടിനെ എന്ത് വിളിക്കും, ഇവര് മതത്തിന് പുറത്തു പോയി, ആദർശം വ്യതിചലിച്ചു, അല്ലെങ്കിൽ കാഫിറായി, അല്ലെങ്കിൽ അങ്ങനെ പല രൂപത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതിൽ ഏതെങ്കിലും ഒരു സെക്റ്റിനെ കുറിച്ച് മറ്റൊരു സെക്ട് അങ്ങനെ പറഞ്ഞു, എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് പറയാണ് അവരെന്തെങ്കിലും ചെയ്തൊരു നന്മ അത് വെച്ചിട്ട് ഇത് ഞങ്ങളുടെ എത്തിസ്റ്റുകളുടെ സംഭാവനയാകുന്നു. കാരണം കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ എത്തിസ്റ്റുകളായ ഒരു വിഭാഗം ഉണ്ടെന്ന് ഇന്ന ആളുകൾ അക്യൂസ് ചെയ്തത് കൊണ്ട് അവരെല്ലാവരും അവർ ചെയ്ത നന്മകളെല്ലാം ഞങ്ങളുടേതാണ്, അതെ ഞങ്ങളുടെ ക്രെഡിറ്റ് ആണ്, അവരുണ്ടാക്കിയ സാമൂഹിക നവോത്ഥാനം അത് ഞങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അവരൊരിക്കലും അംഗീകരിക്കില്ല. അവര് ജീവിച്ചിരുന്ന കാലത്ത് അവർ സ്വയം മുസ്ലിങ്ങളായിട്ടായിരുന്നു. മറ്റുള്ളവർ അങ്ങനെ അക്യൂസ് ചെയ്തിട്ടുണ്ടാവും ഇസ്ലാം എന്ന് പുറത്തു പോയി, പക്ഷെ അവർ സ്വയം മുസ്ലിങ്ങളായിട്ട് ഐഡന്റിഫൈ ചെയ്തവരാണ്. മാത്രമല്ല വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, അവരുടേതായ ഒരു ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അതിനെ പിന്നെ ഒരു വേള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്, ഇല്ല എന്നെല്ലാം പറയുന്നത്. പക്ഷെ അത് അവരെല്ലാവരും മുസ്ലിങ്ങളായി തന്നെ സ്വയം മനസ്സിലാക്കുകയും അവരുടെ ഇന്റർപ്രിട്ടേഷൻ ആണ് ശരിയെന്ന് വിശ്വസിക്കുന്നത്. അവരുടെ വീക്ഷണ പ്രകാരം സ്വയം ഐഡന്റിഫൈ ചെയ്താൽ അത് നമ്മൾ അംഗീകരിക്കണം എന്നാണല്ലോ. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട ആരും തന്നെ പിന്നെ ഇവരുടെ ഈ വീക്ഷണം കാരണം അവർ ശാസ്ത്രം പഠിച്ചത് കൊണ്ട് പ്രശ്നമായി എന്ന് ആരും പറഞ്ഞിട്ടില്ല. അവർ പഠിച്ച ശാസ്ത്രത്തെ അവർ ഒഴിവാക്കിയിട്ടില്ല. ഉദാഹരണത്തിന് ദഹബി എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തെ നഖശികാന്തം എതിർക്കുന്നുണ്ട്, പിന്നെ ഇബ്നു സീനയെ. പക്ഷേ അദ്ദേഹത്തിന്റെ മെഡിസിനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥത്തിൽ ഇബ്നു സീനയുടെ കണ്ടെത്തലുകളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊട്ടേഷൻസ് ഉണ്ടാവും. എന്നുവെച്ചാല് പലപ്പോഴും ഈ എന്തിന് ഇപ്പൊ ഹെററ്റിക് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ കാഫിർ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അതിന്റെ കാരണം അടക്കം നമുക്ക് കാണാൻ പറ്റും. എന്താ വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞു ഇപ്പൊ അസ്മാ വസിഫാത്തുമായി ബന്ധപ്പെട്ട് പിന്നെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ച് പലതരത്തിലുള്ള വീക്ഷണങ്ങൾ ഇപ്പൊ അത് വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ വിശദീകരിക്കും, അത് വിശദീകരിക്കാൻ പാടുണ്ടോ, ഖുറാനിലും ഹദീസിലും പറഞ്ഞു ആ രൂപത്തിലുണ്ട്. അപ്പം അതിനെ വിശദീകരിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരെന്ത് ചെയ്യും, അങ്ങനെ വിശദീകരിച്ചവർ നിങ്ങൾക്ക് പിഴച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അക്യൂസ് ചെയ്യും. അപ്പൊ ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കലാമുമായി അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ടുണ്ട്. കലാമാണ്, അതുപോലെ തന്നെ സൃഷ്ടിയാണ്. രവിചന്ദ്രൻ തന്നെ സൂചിപ്പിച്ച എക്സാമ്പിൾ, അതായത് ചില ആളുകൾ പറഞ്ഞു ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ചില ആളുകൾ പറഞ്ഞു ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, അത് സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല, അത് അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് വെച്ചാൽ അവരെങ്ങനെ ഇസ്ലാമിന് പുറത്താവുക? അവർ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ്. അല്ല, അവരുടെ ആ ഒരു വീക്ഷണ വ്യത്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പേര്, അല്ലാതെ സയൻസ് പഠിച്ചു എന്നല്ല, ഈ സയൻസ് പഠിച്ചടാ, ഈ കണ്ടെത്തിയടാ എന്നല്ല അവിടെ വിഷയമായിട്ട് പറയാം. അതുകൊണ്ട് നീ ഹെറിറ്റിക് ആണ് എന്നല്ല പറയുന്നത്, മറിച്ച് അവരുടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഇന്റർപ്രിട്ടേഷൻസ് പ്രോബ്ലമാറ്റിക് ആണ്, അതുകൊണ്ട് നിങ്ങൾ പിഴച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് വെച്ചിട്ട് ആ പറഞ്ഞതെല്ലാം കൂടി ഞങ്ങളുടെ കൊട്ടയിലേക്ക് എത്തിസ്റ്റ് ആണ്, ഹെറിറ്റിക് ആണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. അല്ല, യഥാർത്ഥത്തിൽ മുഅ്തസിലകൾ അടുത്ത് പോയിട്ട് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തിസ്റ്റുകളാണല്ലോ പറഞ്ഞ ഒറ്റ കാരണം മുഅ്തസിലകള് യഥാർത്ഥത്തിൽ ഇവരെ കുറിച്ച് വളരെ സ്വതന്ത്രമായ ചിന്ത എന്നൊക്കെയാണ് പലരും പറയാ. യഥാർത്ഥത്തിൽ മുഅ്തസിലകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവർ പറഞ്ഞു ഞങ്ങളാണ് യഥാർത്ഥ തൗഹീദിന്റെ ആളുകൾ. എന്തുകൊണ്ടാണ്? ഖുർആൻ ഈ ഫ്രീ തോട്ട് എന്ന് പറഞ്ഞല്ലോ, ഇതേ മുഅ്തസിലികൾ തന്നെയാണ് അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിച്ചത്. അത് രവിചന്ദ്രൻ പറയുന്നുണ്ട്, അവരവരുടെ വാൾ ഉപയോഗിച്ച് ഈ ഇതെങ്ങനെ ഫ്രീ തോട്ടാവും അത് ചെയ്തത് അങ്ങനെയാണ്. ഈ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന വാദമായിരുന്നു ഖലീഫക്ക് ഉണ്ടായിരുന്നത്, അവിടുത്തെ ഭരണാധികാരിക്ക് ഉണ്ടായിരുന്നത്. കാരണം മുഅ്തസിലി ഒരു ആശയം സ്വീകരിച്ച ഒരാളായിരുന്നു. പക്ഷെ ആ ആശയം സ്വീകരിക്കാത്ത ആളുകളുണ്ടായിരുന്നു, അതിനെതിരെ നിലപാടുകൾ എടുത്തിരുന്ന ഇമാമുമാരുണ്ടായിരുന്നു. അവരെ ഇദ്ദേഹം പീഡിപ്പിക്കുന്നുണ്ട്, ജയിലിലടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ഫ്രീ തോട്ട് സംഭവിക്കും. അപ്പോൾ അതൊരു ഭയങ്കര കോൺട്രഡിക്ഷൻ. അല്ല, അത് അലിയുടെ കാലത്ത് മുഅ്തസില ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ഇതൊക്കെ പറയാം. അപ്പൊ ഏതായാലും ചെങ്കിസ് ഖാനെ മുസ്ലിമാക്കി, മുസ്ലിങ്ങളെല്ലാവരും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടാണ്. അപ്പോൾ അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിന് ഒരു ക്രെഡിറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക് സിവിലൈസേഷന് ഒരു നന്മയുണ്ട് എന്ന്
അറിയാതെയെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഫാക്റ്റുകൾ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലൊക്കെ നിഷേധിക്കണം. അത് മുസ്ലിങ്ങളുടെ ക്രെഡിറ്റ് അല്ല, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ക്രെഡിറ്റ് അല്ല, അതിന് പ്രവാചകനുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ അതിന്നിട്ട് പുറത്താക്കണ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള കുറച്ച് അഭ്യാസങ്ങളാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അത് എത്രത്തോളം ബാലിശമാണ്, ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ച് പ്രാഥമികമായെങ്കിലും ധാരണയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ബാലിശമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ തരത്തിലുള്ള വാദങ്ങളാണ് രവീന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും കോലം നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൃത്യമായി കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇതിന് മറുപടി പറയാൻ, ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ രവീന്ദ്രന് സാധിക്കുമോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് വെച്ചാൽ രവീന്ദ്രൻ ഇങ്ങനെയുള്ള കുറെ എക്സിൽ നിന്നുള്ള റെഫറൻസ് ഒക്കെ കൊണ്ടുവരും. ഇതിനെങ്കിലും മര്യാദക്കുള്ള റെഫറൻസ് കൊണ്ടുവരണം. ഇവരൊക്കെ എത്തിസ്റ്റുകളാണെന്നുള്ളത് അതിനെങ്കിലും ഒരു മറുപടി അല്ലെങ്കിൽ അതിനെങ്കിലും അഡ്രസ്സ് ചെയ്യാൻ രവീന്ദ്രന് സാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ പറഞ്ഞ എക്സിലെ റെഫറൻസും കൊണ്ട് ഇനി വരരുത്, നമ്മൾ കൃത്യമായി കൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ രൂപത്തിലുള്ള ആധികാരികമായ റെഫറൻസുകൾ കൊണ്ട് ഇതിനെ മറുപടി പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ചോദ്യം. മറ്റു വിഷയങ്ങൾ വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.